श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोकाभिराम जय श्रीराम राम राम लोकाभिराम जय. നാരദ രാഘവ സംവാദം കഴിഞ്ഞതിന് ശേഷം ഇനി ശ്രീരാമ അഭിഷേക ആരംഭത്തെക്കുറിച്ച് പറയുന്നു. എങ്കിലോ രാജാ ദശരഥൻ ഏകദാ ഒരിക്കൽ സങ്കലിത ആനന്ദം, ആകെ ഒരു ആനന്ദം, എല്ലാം വളരെ ഭംഗിയായി നടക്കുന്നത് കാണുമ്പോഴുണ്ടാകുന്ന ആനന്ദം കൂടിക്കലർന്ന ഭാര്യ, മക്കൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നത് കൊണ്ടുള്ള എല്ലാം കൂടിച്ചേർന്ന ആനന്ദം. അങ്ങനെ സങ്കലിത ആനന്ദത്തോടെ അങ്ങനെ അമ്മാറിരിക്കുമ്പോൾ അങ്ങനെ പോകവേ പങ്കജസംഭവ പുത്രൻ, ബ്രഹ്മാവിൻ്റെ പുത്രനായ വസിഷ്ഠനാം തൻ കുല ആചാര്യനെ വന്ദിച്ച് ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും. ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ട് അകതാരിൽ ആനന്ദം, അതിനില്ല സംശയം. ശ്രീരാമചന്ദ്രൻ്റെ ഗുണഗണങ്ങളൊക്കെ ആളുകൾ ഇങ്ങനെ പ്രശംസിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ശ്രീരാമചന്ദ്രനെ അവരുടെ രാജാവായിട്ട് അവരാഗ്രഹിക്കുന്നുണ്ട് എന്ന്. വൃദ്ധനായി വന്നിതു ഞാനും ഒട്ടാകയാൽ, മാത്രമല്ല എനിക്ക് വളരെയധികം പ്രായമായി. പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വീ പരിപാലനാർത്ഥം, പൃഥ്വി ഭൂമിയുടെ പരിപാലനം, ഈ രാജ്യത്തിൻ്റെ പരിപാലനാർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്ന് ഞാൻ. ഇനി അത് വെച്ച് താമസിപ്പിക്കേണ്ട, എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് കൽപ്പിച്ചതിപ്പോഴതങ്ങനെയെങ്കിൽ അത് ഉൾപ്പൂവിലോർത്ത് നിയോഗിക്കുകയും വേണം. എനിക്കിപ്പോൾ അങ്ങനെ ഒരു തോന്നൽ വന്നു. ഇനി അങ്ങയുടെ അഭിപ്രായവും അത് തന്നെയാണെങ്കിൽ അങ്ങ് അതിനുള്ള എന്തൊക്കെയാണോ സജ്ജീകരണങ്ങൾ ചെയ്യണം. ഈ പ്രജകൾക്കനുരാഗമവങ്കലുണ്ടെപ്പോഴും ഏറ്റം അതോർത്ത് കണ്ടിയില്ലയോ. പ്രധാന കാരണം ഇത് തന്നെ. ജനങ്ങൾ അത്രയേറെ ആഗ്രഹിക്കുന്നു ശ്രീരാമചന്ദ്രൻ രാജ്യം ഭരിക്കണമെന്ന്. ആ പ്രജകൾക്കുള്ള അനുരാഗം, രാമനോടുള്ള ആ അനുരാഗം കണ്ടാൽ എനിക്കെപ്പോഴും ഇങ്ങനെ തോന്നുന്നു, ഇനി ഞാൻ വഴിമാറിക്കൊടുക്കേണ്ട സമയമായി. അങ്ങിത് അങ്ങും ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ. എന്നാൽ അവിടെ ഒരു പ്രശ്നമുള്ളത് ഇതാണ്. വന്നീല മാതുലനെ കാൺമതിന് ഏറെ മുന്നമേ പോയ. അപ്പോൾ ആ കല്യാണം കഴിഞ്ഞ് ഉടനെ പോയിരുന്നു ഭരതശത്രുഘ്നന്മാർ. പക്ഷെ അവരിതുവരെ തിരിച്ചു വന്നില്ല. ഭരതശത്രുഘ്നന്മാർ വന്നില്ലല്ലോ, മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്നില്ല. എന്നാൽ ഞാൻ നോക്കിയപ്പോൾ, അപ്പോൾ ദശരഥ മഹാരാജാവ് കുറേ ദിവസമായിട്ട് ഇത് തന്നെയാണ് ആലോചിക്കുന്നത്. അദ്ദേഹം അതിനനുസരിച്ച് ജ്യോതിഷ പണ്ഡിതന്മാരെയൊക്കെ കണ്ട് എല്ലാം ഗണിച്ചു നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പറയാണ്, വന്നു മുഹൂർത്തം അടുത്ത ദിനം തന്നെ, ഇത് അടുത്ത ദിവസം തന്നെ നല്ലൊരു മുഹൂർത്തമുണ്ട്. പുണ്യം അതീവ പുഷ്യം, പൂയൻ നക്ഷത്രം നല്ല നക്ഷത്രമാണ്. ശുഭകാര്യങ്ങൾ തുടങ്ങാൻ നല്ല നക്ഷത്രമാണ്. അത് ഇനി അടുത്തെങ്ങും നല്ലൊരു മുഹൂർത്തം ഇല്ല എന്നുകൂടെ ആ ജ്യോതിഷ പണ്ഡിതന്മാർ പറഞ്ഞു എന്നതും കൊണ്ടുകൂടിയാണ് ദശരഥ മഹാരാജാവ് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം. എന്നാൽ അപ്പം ഇത്രയും നല്ല ഒരു മുഹൂർത്തം അടുത്ത് വന്നതുകൊണ്ട് അവർ വരുവാൻ, ഈ ഭരതശത്രുഘ്നന്മാർ വരുവാൻ പാർക്കയില്ലിനി ഒന്നും, ഞാൻ
അവർ വരാൻ വേണ്ടി കാത്തിരിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒന്നുകൊണ്ടും അതു നിർണയം മാനസി. ഈ ഒരൊറ്റ കാര്യമാണ് അതിനെന്നെ പ്രേരിപ്പിക്കുന്നത്. ഇത്രയും നല്ലൊരു മുഹൂർത്തം ഇനി അടുത്തൊന്നും കിട്ടാനില്ല. മാത്രമല്ല കാലം പോകെ മനുഷ്യൻ്റെ കാര്യമാണ്, ഞാൻ പ്രായമായിരിക്കുന്നു എന്ന് ദശരഥ മഹാരാജാവ് സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പം അതുകൊണ്ട് തന്നെ ഇനി അധികം വെച്ച് താമസിപ്പിക്കേണ്ട, അവർ വരാനൊന്നും കാത്തു നിൽക്കണ്ട എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ അതിനു വേണ്ടുന്ന ഈ ഒരു അഭിഷേക കാര്യങ്ങൾക്കൊക്കെ വേണ്ടുന്ന സംഭാരങ്ങൾ, ആ ഒരു സജ്ജീകരണങ്ങളൊക്കെ ഇന്ന് തന്നെ ബത്ത സംഭരിച്ചിരണം. എന്തൊക്കെ സജ്ജീകരണങ്ങളാണോ അതൊക്കെ കാലേ കൂട്ടി ചെയ്യണം. മാത്രമല്ല രാമനോടും നിന്തിരുവടി വസിഷ്ഠ മഹർഷിയോട് പറയാണ്, അങ്ങ് തന്നെ വൈകാതെ, ഒട്ടും വൈകാതെ സാമോദം ഇപ്പോഴേ ചെന്നറിയിക്കണം, ഇപ്പോൾ തന്നെ പോയി അറിയിക്കണം. തോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക. ഒപ്പം ആഘോഷവും തുടങ്ങിക്കോളൂ. തോരണങ്ങളൊക്കെ, കൊടി തോരണങ്ങളൊക്കെ ഉയർത്തുക. ചാരു പതാകകളോടും അത്യുന്നതം, അത്രയും ഉയരത്തിൽ നല്ല കൊടി തോരണങ്ങളൊക്കെ ഉയർത്തണം. ഘോരമായുള്ള പെരുമ്പറനാദവും പൂരിക്ക ദിക്കുകളൊക്കെ, ഈ ദിക്കുകൾ മുഴുവൻ മുഴങ്ങണം. ആരോടും ഒന്നും പറയേണ്ട ആവശ്യം വരരുത്. ഇവിടെ ആഘോഷം തുടങ്ങിയിരിക്കുന്നു എന്ന് ആളുകൾ സ്വയം മനസ്സിലാക്കണം. മന്നവനായ ദശരഥൻ ആദരാൽ വസിഷ്ഠ മഹർഷിയോട് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ സുമന്ത്രരെ നോക്കി അരുൾ ചെയ്തു. മന്ത്രിയായ സുമന്ത്രരെ നോക്കി പറഞ്ഞു, എല്ലാം വസിഷ്ഠൻ അരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ട് ഒരുക്കിക്കൊടുക്ക നീ. ഇവിടെ വസിഷ്ഠനോട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി വസിഷ്ഠ മഹർഷി പറയും എന്തൊക്കെയാ വേണ്ടത് എന്ന്. അത് താങ്കൾ അത് വേണ്ടവണ്ണം ഒരുക്കി കൊടുക്കുക. നാളെ വേണം അഭിഷേകം ഇളമയായി. ഇളമ എന്നാൽ യുവരാജാവായി. യുവരാജാവായിട്ട് നാളെ തന്നെ നാളീകനേത്രനാം രാമന് നിർണയം വേണം അഭിഷേകം. നാളീകനേത്രനായിട്ടുള്ള, താമരക്കണ്ണനായിട്ടുള്ള, സുന്ദരനായ എൻ്റെ പ്രിയ പുത്രനായ രാമന് നാളെ തന്നെ യുവരാജാവായി അഭിഷേകം ചെയ്യണം. നന്ദിതനായ സുമന്ത്രരും അന്നേരം. അപ്പോൾ ഇത് കേൾക്കുന്നവർക്കൊക്കെ ആഹ്ലാദം അങ്ങനെ തിരതല്ലുകയാണ്. അങ്ങനെ സുമന്ത്രർക്കും അത്യാഹ്ലാദം. അങ്ങനെ വന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൽ, എന്തൊന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും പറഞ്ഞാൽ മതി, അന്തരമെന്നിയെ സംഭരിച്ചിടുവൻ. അങ്ങ് പറയുന്നത് ഒട്ടും താമസം കൂടാതെ ഞാൻ എല്ലാം ഏർപ്പാട് ചെയ്യാം. ചിത്തെ നിരൂപിച്ചു കണ്ടു സുമന്ത്രരോട് യുദ്ധം വസിഷ്ഠ മുനിയും അരുൾ ചെയ്തു. അപ്പോൾ മനസ്സിൽ അപ്പോൾ തന്നെ വസിഷ്ഠ മുനി ഏകദേശം കാര്യങ്ങളൊക്കെ ഒരു കണക്ക് കൂട്ടൽ നടത്തിയിരുന്നു. അതൊക്കെ അങ്ങോട്ട് പറഞ്ഞു. കേൾക്ക, നാളെ പുലർക്കാലേ ചമയിച്ച് ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം, ഇവിടെ ദാസികളായിട്ടുള്ള സുന്ദരിമാരായിട്ടുള്ള അവർ മധ്യകക്ഷിയെ, രണ്ടാമത്തെ മതിൽക്കെട്ടിനകത്ത് 16 പേർ, 16 സ്ത്രീകൾ ഇങ്ങനെ നിൽക്കണം. അവർ അഷ്ടമാംഗല്യം, ആ താലമെടുത്തിട്ട്, അഷ്ടമാംഗല്യം നമ്മൾ വിഷുവിനൊക്കെ കണി വയ്ക്കാൻ വേണ്ടി വെക്കുന്ന, അഷ്ട എന്നാൽ 8 മംഗളത്തെ തരുന്ന വസ്തുക്കൾ വെച്ചുകൊണ്ടുള്ള ആ താലം, അതുകൊണ്ടാണ് അതിനെ അഷ്ടമംഗലം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അഷ്ടമംഗല താലമൊക്കെ എടുത്തിട്ട് 16 സ്ത്രീകൾ അങ്ങനെ നിൽക്കണം. മത്തഗജങ്ങളെ പൊന്നണിയിക്കണം. ആ ഒരു എല്ലാ ഗുണങ്ങളുമൊത്ത ഗജങ്ങളെ പൊന്നണിയിച്ചിട്ട് അതിനെ എല്ലാ വിധത്തിലും അലങ്കരിച്ചങ്ങനെ നിർത്തണം. ഐരാവത കുലജാതനാം നാൽക്കൊമ്പൻ ആരാൽ വരേണം അലങ്കരിച്ചങ്കണേ. സാധാരണ ആനകൾക്ക് 2 കൊമ്പാണ്. എന്നാൽ ഐരാവതത്തിൻ്റെ കുലത്തിൽ ജനിച്ച ആനകൾക്ക് 4 കൊമ്പാണ്. അപ്പോൾ അത് അത്രയും ഐശ്വര്യവും അതിൻ്റെ ആ ഒരു വീരതയുമൊക്കെയാണ് കാണിക്കുന്നത്.
അപ്പോൾ അങ്ങനെയുള്ള ഒരു ആന വരണം, അലങ്കരിച്ചിട്ട് വരണം. അപ്പോൾ ഇത് എന്തിനാണെന്ന് പറയുന്നത്, അഭിഷേക അനന്തരം രാമന് ഈ പട്ടണം ചുറ്റിക്കാണാൻ ഈ ആനയുടെ പുറത്താണ് പോവേണ്ടതത്രേ. അപ്പം അതിനു വേണ്ടിയാണ് അതൊക്കെ ഒരുക്കി നിർത്താൻ പറയുകയാണ്. ഇനി ദിവ്യ നാനാതീർത്ഥവാരി പൂർണ്ണങ്ങളായി പല തീർത്ഥങ്ങളിൽ നിന്നും എടുത്ത വെള്ളം അത് നിറച്ച, മാത്രമല്ല ദിവ്യ രത്നങ്ങൾ അമുഴ്ത്തി ആ ദിവ്യരത്നങ്ങളൊക്കെ ആ വെള്ളത്തിലും ഇട്ടിട്ട് വിചിത്രമായിട്ട്, അതായത് എല്ലാം കൊണ്ടും ഒരു ഐശ്വര്യം എന്നർത്ഥം. സ്വർണ്ണ കലശ സഹസ്രം, ഇങ്ങനെയുള്ള സഹസ്രം 1000 സ്വർണ്ണ കലശം. സ്വർണ്ണ കലശം കുംഭങ്ങൾ നമ്മൾ സഹസ്ര കലശമൊക്കെ നടത്തുന്നത് കാണാറുണ്ട്, പത്രങ്ങളിലും അല്ലാതെ തന്നെ നമ്മൾ TV യിലൊക്കെ കണ്ടിട്ടുണ്ടാകും, അമ്പലങ്ങളിലൊക്കെ. അപ്പോൾ ഒരു എത്രയും പൂജ്യനായിട്ടുള്ള ആളുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ കുംഭം ഇതേപോലെ കലശം നിറച്ച പാത്രം വെച്ചിട്ടാണ് അവരെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതാണ് സ്വർണ്ണ കലശ സഹസ്രം. 1000 സ്വർണ്ണ കലശം എങ്ങനെ വേണം? മലയജ പർണങ്ങൾ കൊണ്ട്, മലയജം ചന്ദനമരത്തിൻ്റെ പർണം, ഇല കൊണ്ട് വായി കെട്ടി വെച്ചിരണം. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ വേണം. പിന്നീട് പുത്തൻ പുലിത്തോൽ വരുത്തുക 3 പുലിത്തോൽ വരുത്തണം. കാരണം ഇത് ഇരിക്കാൻ വേണ്ടിയാണ്, പിന്നീട് രാജസിംഹാസനത്തിൽ ഇരിക്കാനാണ് എന്നാണ് പറയുന്നത്. ഛത്രം, നല്ലൊരു വെൺകൊറ്റ കുട വേണം. സുവർണദണ്ഡം, അതിൻ്റെ പിടി സ്വർണമായിരിക്കണം. മണിശോഭിതം, നാനാവിധ രത്നങ്ങളാൽ ശോഭിക്കുന്നതായിരിക്കണം. മുക്താമണിമാല്യം, മുത്തുമാലകൾ പിടിപ്പിച്ച് രാജിതം, വിരാജിക്കുന്ന നിർമ്മല വസ്ത്രങ്ങൾ, മാല്യങ്ങൾ, ആഭരണങ്ങളും. അപ്പം നല്ല വെൺകൊറ്റക്കുട, അതിൻ്റെ ആ വസ്ത്രം, കുടയുടെ മുകളിൽ തുണിയാണല്ലോ, അപ്പം അതൊക്കെ വളരെ ഭംഗിയുള്ളതായിരിക്കണം. ഒപ്പം നല്ല വസ്ത്രങ്ങൾ, മാല്യങ്ങൾ, ആഭരണങ്ങൾ ഇതൊക്കെ ധരിച്ചിട്ടുള്ള ആളുകളാണ് ഇത് പിടിച്ചുകൊണ്ടിങ്ങനെ നിൽക്കേണ്ടത്. ഇനി സത്കൃതന്മാരാ മുനിജനം, മുനിമാരൊക്കെ വന്നിഹ നിൽക്ക കുശപാണികളായി. കുശപ്പുല്ല് കയ്യിലേന്തി നിൽക്കുന്നത് ഐശ്വര്യത്തിൻ്റെ ഒരു ശുഭകാര്യങ്ങൾക്ക് ഉത്തമമാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മുനിമാരൊക്കെ സഭയുടെ ഉള്ളിൽ ഈ കുശപ്പുല്ലുമൊക്കെ ആയിട്ട് വരണം. നർത്തകിമാരോട് വാരവധൂജനം, നർത്തക ഗായക വൈണിക വർഗവും, നർത്തകിമാർ വേണം. അങ്ങനെ വധൂജനങ്ങളൊക്കെ നല്ല സുന്ദരിമാരായിട്ടുള്ള നർത്തകിമാരോടുകൂടി, അതുപോലെ നർത്തകന്മാരും വേണം, ഗായകന്മാർ വേണം, വൈണികം വീണ വായിക്കുന്നവർ വേണം. ഇങ്ങനെയുള്ള ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം. ഉർവീശ്വര അങ്കണേ, ഈ ഭൂമിയുടെ അവിടെ ആ അങ്കണത്തിൽ, രാജാങ്കണത്തിൽ ഇതൊക്കെ നിന്ന് അവരങ്ങനെ പാടിത്തുടങ്ങട്ടെ. ഇനി ഹസ്തി അശ്വ പത്തി രഥാദി, ഹസ്തി ആന വേണം, കുതിര, പത്തി കാലാൾ, രഥം, ഇങ്ങനെ ഒരു യുദ്ധത്തിന് ഒരുമ്പെടുന്നത് പോലെ ഒരു സന്നാഹമൊക്കെ വേണം. പക്ഷെ അതൊക്കെ ആ ഒരു ഗാംഭീര്യത്തിന് വേണ്ടിയാണ്. അങ്ങനെ ഒരു മഹാബലം, ഈ അയോധ്യയുടെ മഹാബലം മുഴുവൻ അങ്ങനെ അണിനിരയ്ക്കണം. എങ്ങനെ? വസ്ത്രാദ്യ അലങ്കാരമോട് വന്നിടണം. അവരൊക്കെ അലങ്കരിച്ചു വേണം വരാൻ. ഒരു യുദ്ധത്തിന് പോകുന്ന പോലെയല്ല, എല്ലാവരും അലങ്കരിച്ചു വേണം വരാൻ. ഇനി എല്ലാ ദേവാലയങ്ങൾ തോറും ബലിപൂജയൊക്കെ നടത്തണം. ആ സമയത്ത് ഇതേപോലെ ദേവീദേവന്മാരെ സന്തോഷിപ്പിക്കാൻ വിവിധ തരത്തിലുള്ള ബലിപൂജയൊക്കെ വേണം. ദീപാവലികൾ വേണം. എല്ലായിടത്തും എല്ലാവരും വിളക്കുകളൊക്കെ കത്തിച്ച് ആകെ ഒരു ഉത്സവ അന്തരീക്ഷം വേണം. അങ്ങനെ മഹോത്സവമായിരിക്കണം. ഭൂപാലരെയും വരുവാൻ നിയോഗിക്കുക. അയൽ രാജ്യത്തെ രാജാക്കന്മാരെയൊക്കെ വിളിക്കണം. ശോഭയോടെ രാഘവ അഭിഷേകാർത്ഥമായി. ഇത്തം ഇപ്രകാരം സുമന്ത്രരെയും നിയോഗിച്ച്, ഇങ്ങനെയൊക്കെ സുമന്ത്രരോട് പറഞ്ഞിട്ട് അതിസത്വരം, വളരെ പെട്ടെന്ന്, ഇതൊന്നും രാമനെ ആരെയും അറിയിച്ചിട്ടില്ല, അപ്പോൾ പെട്ടെന്ന് തന്നെ തേരിൽ കരേറി വസിഷ്ഠനും ദാശരഥി ഗൃഹം, ദാശരഥിയായ രാമൻ്റെ ഗൃഹത്തിൽ
എത്രയും ഭാസുരം, അത്രയും ഐശ്വര്യസമ്പൂർണമായിട്ടുള്ള ഗൃഹമാണ്, കൊട്ടാരമാണത്. അവിടെ സന്തോഷേണ സംപ്രാപ്യ, വളരെ സന്തോഷത്തോടെ അവിടെ എത്തിയിട്ട് സാദരം നിന്നത് നേരം അറിഞ്ഞു. അങ്ങനെ വസിഷ്ഠൻ വന്നിട്ടുണ്ട് എന്നറിഞ്ഞ് രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ. നേരെ പോയി അങ്ങോട്ട് കാൽക്കൽ വീണ് നമസ്കരിച്ചു. അങ്ങനെ രത്നാസനവും കൊടുത്ത് ഇരുത്തി, അവിടെ തൻ്റെ അന്തഃപുരത്തിലെ ആ രത്നാസനമൊക്കെ കൊടുത്തിരുത്തി പാദപൂജയൊക്കെ ചെയ്യുകയാണ്. തഥാ പത്നിയോടും അതിഭക്തിയാ രഘൂത്തമൻ പൊൽക്കലശസ്ഥിത നിർമ്മല വാരിണ. പൊൽക്കലശം, പൊന്നിൻ്റെ കുടം, ആ കുടത്തിൽ ഉണ്ടായ നിർമ്മലമായ വാരി ജലം, അതുകൊണ്ട് തൃക്കാൽ കഴുകിച്ച് പാദാബ്ജ തീർത്ഥവും, അത് കഴിഞ്ഞ് ആ തീർത്ഥം വസിഷ്ഠ മഹർഷിയെ കാൽ കഴുകിച്ച വെള്ളം ഉത്തമാംഗേന ധരിച്ച്, തൻ്റെ തലയിൽ ധരിച്ച് വിശുദ്ധനായി ചിത്തമോദേന ചിരിച്ചരുളി ചെയ്തു. പുണ്യവാനായേൻ അടിയൻ അതീവ കേൾ. ഞാൻ പുണ്യവാനായി എന്ന് രാമൻ പറയുകയാണ്. എന്തുകൊണ്ട്? അങ്ങയുടെ പാദ ഉദക തീർത്ഥം, അങ്ങയുടെ കാൽ കഴുകിച്ച ഉദകം വെള്ളം, ആ വെള്ളം തീർത്ഥമായി, അങ്ങയുടെ കാല് കഴുകിച്ചപ്പോൾ അത് തീർത്ഥമായി. അത് ധരിക്കയാൽ ഞാൻ ഇന്ന് പുണ്യവാനായി തീർന്നു എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ട് നന്നായി ചിരിച്ചു വസിഷ്ഠൻ അരുൾ ചെയ്തു. മുമ്പ് നാരദൻ പറഞ്ഞതുപോലെ തന്നെ, നന്നു നന്നെത്രയും നിന്നുടെ വാക്കുകൾ ഒന്നുണ്ട് ചൊല്ലുന്നതിപ്പോൾ നൃപാത്മജ. അങ്ങ് എന്നോട് പറഞ്ഞല്ലോ എൻ്റെ പാദ തീർത്ഥം അങ്ങയെ പുണ്യവാനാക്കിയെന്ന്. എന്നാൽ എനിക്കെല്ലാം അറിയാം. ത്വൽപാദപങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പകവൈരിയും കാമവൈരിയായിട്ടുള്ള ശിവൻ ധന്യനായത് അങ്ങയുടെ പാദപങ്കജ തീർത്ഥത്താലാണല്ലോ. ത്വത്പാദതീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനും, എൻ്റെ അച്ഛനായിട്ടുള്ള ആ ബ്രഹ്മാവും അങ്ങനെ തന്നെയാണല്ലോ. എന്നാൽ അങ്ങ് ഈ ചെയ്യുന്നതൊക്കെ ഇപ്പോൾ മഹാജനങ്ങൾക്ക് ഉപദേശാർത്ഥം, ഒരു ഈ അങ്ങയുടെ ഈ പ്രവൃത്തികൾ കാണുന്ന, അത് കേൾക്കുന്ന, വായിക്കുന്നവർ തങ്ങളുടെ ഗുരുജനങ്ങളോട് ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് അങ്ങ് കാണിച്ചു കൊടുക്കുകയാണല്ലോ. അപ്പോൾ ശ്രീരാമചന്ദ്രൻ ഉപദേശത്തെക്കാളേറെ ജീവിതം കൊണ്ട് കാണിച്ചു തരികയാണ്. ഇങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത്. അതാണ് മഹാജനങ്ങൾക്ക് ഉപദേശാർത്ഥം അദ്ഭുത വിക്രമ ചൊന്നത് നീയടോ. അതിനാണല്ലോ ഭഗവാനെ അങ്ങ് ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിച്ചത്. ആ ആളുകൾക്ക്, അങ്ങയെ പിന്തുടരുന്ന ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ. നന്നായി അറിഞ്ഞിരിക്കുന്നിതു നിന്നെ ഞാൻ ഇന്നവനാകുന്നതെന്നതും ഇന്നടോ. അങ്ങ് ഇന്നവനാണ്, ആരാണ് അങ്ങ് എന്നത് ഞാൻ നന്നായി അറിഞ്ഞിരിക്കുന്നു. സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവ്, മോക്ഷദൻ, മോക്ഷദായകനാണങ്ങ്, നാനാ ജഗന്മയൻ ഈശ്വരൻ. ലക്ഷ്മി ഭഗവതിയോടും ധരണിയിൽ ഇക്കാലമത്ര ജനിച്ചത് നിശ്ചയം. എന്തിനു വേണ്ടി? ദേവകാര്യാർത്ഥസിദ്ധ്യർത്ഥം കരുണയ. ആ ദേവന്മാർ പറഞ്ഞതനുസരിച്ചാണല്ലോ അങ്ങ് വന്നത്. ആ കാരുണ്യം കൊണ്ട് രാവണനെ കൊന്ന് താപം കെടുപ്പാനും, ഈ ലോകത്തിലുള്ള ആളുകൾ രാവണനെ കൊണ്ട് അനുഭവിക്കുന്ന അവരുടെ ദുഃഖം ഇല്ലാതാക്കാനും, ഒപ്പം അങ്ങയെ സ്തുതിച്ച് ഭജിച്ച് തപസ് ചെയ്ത് കാത്തിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് മുക്തി സിദ്ധിപ്പാനും ഇത്തം അവതരിച്ചിടിന. ഇപ്രകാരം അവതരിച്ച അല്ലയോ ശ്രീപതേ. ദേവകാര്യാർത്ഥം അതീവ ഗുഹ്യം. അങ്ങ് ഇങ്ങനെയൊക്കെ അവതരിച്ചു എന്നത് സാധാരണ ആളുകൾക്കൊന്നും അറിയില്ല. അതീവ ഗുഹ്യമാണ്, രഹസ്യമാണ്. പുനരേവം, അതുകൊണ്ട് തന്നെ ഇതൊക്കെ വെളിച്ചത്തിടാഞ്ഞിതു ഞാനിതം. അതുകൊണ്ടാണ് ഞാനങ്ങനെ പരസ്യമായിട്ടൊന്നും പറയാത്തത്. ഇതിപ്പോൾ നമ്മൾ തമ്മിൽ കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ വന്നതാണ്. ഇതൊന്നും ഞാൻ ആരോടും പുറത്ത് പറയുന്നില്ല. കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ച് സാധിക്കുക. അങ്ങ് എന്തിനാണോ അവതരിച്ചത് അതൊക്കെ സാധിക്കട്ടെ. മായാമനുഷ്യനായി ശ്രീനിധേ.
ശിഷ്യനല്ലോ ഭവാൻ ആചാര്യനേഷ ഞാൻ. ഈ ലോക നാടകത്തിൽ അങ്ങും ഞാനുമൊക്കെ ഇങ്ങനെ ഒരു വേഷം കെട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങ് എൻ്റെ ശിഷ്യനാണ്. ശിഷ്യനല്ലോ ഭവാൻ ഏഷ ആചാര്യൻ, ഞാനിപ്പോൾ അങ്ങയുടെ ആചാര്യസ്ഥാനത്താണ് ലോകരുടെ മുമ്പിൽ. എന്നാൽ എനിക്കറിയാം അങ്ങ് എൻ്റെ ആചാര്യനാണ്. അതുകൊണ്ട് ശിക്ഷിക്ക വേണം ജഗത്. ജഗത് ഹിതാർത്ഥം എന്നാണ്, അതാണ് കൂടിച്ചേർന്നപ്പോൾ ജഗദ്ഹിതാർത്ഥം എന്നായത്. അപ്പോൾ ജഗത് ഹിതാർത്ഥം, ജഗത്തിൻ്റെ ഹിതത്തിന് വേണ്ടിയിട്ട് അങ്ങ് എന്നെ ശിക്ഷിക്കണമെന്നാൽ നേർവഴിക്ക് ഉപദേശിക്കണം എന്നർത്ഥം. സാക്ഷാൽ ചരാചര ആചാര്യനല്ലോ ഭവാൻ, അങ്ങ് ഈ ലോകത്തിലുള്ള ചരങ്ങൾക്കും അചരങ്ങൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും ആചാര്യൻ അങ്ങാണ്. ഓർക്കിലോ പിതൃണാം പിതാമഹനും ഭവാൻ, ഇവിടെയുള്ള എല്ലാ പിതൃക്കൾക്കും, അതായത് ആദ്യനാണ് എന്ന് പറയുന്നതിന് പകരമാണ് ഇങ്ങനെ പറയുന്നത്, ആദ്യമുണ്ടായത് ഭഗവാനെ അങ്ങാണല്ലോ. അങ്ങ് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു, പക്ഷേ സർവേഷു അഗോചരനാണ്. അങ്ങയെ ആർക്കും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധ്യമല്ല. എന്നാലോ അങ്ങ് എവിടെ ഇരിക്കുന്നു? എല്ലാ ജീവജാലങ്ങളുടെയും അന്തര്യാമിയായിട്ട് അവരുടെ ഉള്ളിലിരുന്ന് അവരെ നിയന്ത്രിക്കുന്നത് ഭഗവാനെ അങ്ങ് തന്നെയാണല്ലോ. സർവജഗത് യന്ത്രവാഹകനായ നീ, ഈ ജഗത്താകുന്ന യന്ത്രത്തെ വഹിച്ചുകൊണ്ട് അതിനെ നയിച്ചു കൊണ്ടുപോകുന്നതും അങ്ങാണല്ലോ ഭഗവാനെ. അങ്ങാകട്ടെ ഒരു അവതാരമെടുക്കുമ്പോൾ ശുദ്ധ സത്വാത്മകമായൊരു വിഗ്രഹം. സാധാരണ മനുഷ്യരൊക്കെ സത്വരജ തമോ ഗുണങ്ങളുടെ ഒരു മിശ്രിതമാണെങ്കിൽ അവതാര പുരുഷന്മാർ എപ്പോഴും സത്വസ്വരൂപനായിരിക്കും. ഇത് നാരായണീയത്തിലും മേൽപ്പത്തൂർ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ശുദ്ധ സത്വാത്മകമായിട്ടുള്ള വിഗ്രഹം ധൃത്വ ധരിച്ചിട്ട് നിജ അധീന സംഭവനായി, അങ്ങയുടെ മായയ്ക്ക് അധീനരാണ് മറ്റുള്ള ആളുകൾ. അവർ ഈ മായയിൽ അവശരായിട്ട് അസ്വതന്ത്രരായിട്ടിരിക്കുമ്പോൾ അങ്ങൊരു രൂപം സ്വീകരിക്കുമ്പോൾ അങ്ങയുടെ മായയെ, അങ്ങയുടെ മായാശക്തിയെ അങ്ങ് അങ്ങേക്ക് അധീനനാക്കി തീർക്കുന്നു. അങ്ങനെയാണ് അങ്ങ് സംഭവനായി, സംഭവിക്കുന്നത് എന്നാൽ ജനിക്കുന്നത്. ഇങ്ങനെ ജനിക്കും എന്ന് മർത്യവേഷേണ ദശരഥപുത്രനായി പൃഥ്വീതലേ യോഗമായയാ, ഇങ്ങനെയൊക്കെ അങ്ങ് ഈ ത്രേതായുഗത്തിൽ ദശരഥന്റെ മകനായിട്ട് ഭൂമിയിൽ യോഗമായയാ ജാതനാം ജനിക്കും എന്നത് മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ. എനിക്കിത് മുന്നേ അറിയാം. എങ്ങനെ അറിഞ്ഞു? എന്നോട് ധാതാവ് താൻ അരുൾ ചെയ്യുകയാൽ, എൻ്റെ അച്ഛനായിട്ടുള്ള ബ്രഹ്മാവ് തന്നെ ഇതെന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നതറിഞ്ഞത്രേ. ഇതറിഞ്ഞിട്ടാണ് ഞാൻ സൂര്യവംശത്തിന് മുന്നേ പുരോഹിതനായിരുന്നു മുത. വസിഷ്ഠ മഹർഷി ഇക്ഷ്വാകു വംശം മുതലേ ഇവരുടെ പുരോഹിതനാണ് എന്നാണ് പറയുന്നത്, ഇക്ഷ്വാകുവിൻ്റെ കാലം മുതലേ. അപ്പം എന്തിനാണ് ഇതുപോലെ അങ്ങ് വരും? അപ്പം അങ്ങയുമായിട്ടുള്ള ഒരു നേരിട്ടുള്ള സംസർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് മുന്നേ ആദ്യമേ തന്നെ സൂര്യകുലത്തിൻ്റെ പുരോഹിതനായിട്ട് ഞാൻ വന്നത്. ഞാനും ഭവാനോട് സംബന്ധകാംക്ഷയ, അങ്ങനെ ആവുമ്പോൾ എനിക്ക് അങ്ങയോട് ഇത്ര അടുത്ത് അങ്ങനെ സംസാരിക്കാനും അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാനും സാധിക്കുമല്ലോ. എന്നാൽ ഈ പുരോഹിത കർമ്മം ഒരു ജ്ഞാനിയെ സംബന്ധിച്ച് അത്ര നല്ല കാര്യമല്ല എന്നാണ് പറയുന്നത്. നൂനം പുരോഹിത കർമ്മം അനുഷ്ഠിച്ചു. എന്തിനാണ് അനുഷ്ഠിച്ചു എന്ന് പറഞ്ഞു. ഇനി നിന്ദ്യമായുള്ളത് ചെയ്താൽ, അതായത് അത്രയും ജ്ഞാനികളും തപസ്വികളുമായിട്ടുള്ള ആളുകൾ ഈ ലോകത്തിന് മുഴുവൻ അവകാശപ്പെട്ടതാണ്. അവർ ഈ ലോകത്തിന് മുഴുവൻ ഉപദേശം കൊടുത്ത് അങ്ങനെ സ്വതന്ത്രരായിട്ട് ജീവിക്കേണ്ടവരാണ്. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ ഒരു രാജ്യത്തിൻ്റെ പുരോഹിതനായിട്ടിരിക്കുമ്പോൾ ആ രാജ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞും അങ്ങനെ ഒരു അസ്വതന്ത്രരായിട്ടാണ് അവിടെ ഇരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് നിന്ദ്യമായുള്ളത്. ഒരു പുരോഹിതനായിരിക്കുക എന്നത് ഒരു വലിയ മഹത്തരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ എന്നാലും ചെയ്താൽ ഒടുക്കത്ത്, അതിൻ്റെ ഒടുവിലിതാ
ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അത് വന്നുവല്ലോ. അതാണ് നന്നായി വരികിൽ അതും പിഴയല്ലല്ലോ. ഞാൻ ഈ ഒരു പുരോഹിത വൃത്തി സ്വയം തീരുമാനിച്ചെടുത്തതാണ്. ഇതത്ര നല്ല ഒരു വൃത്തിയൊന്നുമല്ല. അതായത് എന്തുകൊണ്ടെന്നാൽ ഇതുകൊണ്ട് തന്നെ തപസ്വികൾ ഈ ലോകത്തിന് മുഴുവൻ അവകാശപ്പെട്ടവരാണ്. അവരൊരു രാജ്യത്തേക്ക് മാത്രം ഒതുങ്ങിപ്പോകുമ്പോൾ മറ്റുള്ള ലോകർക്ക് അതൊരു നഷ്ടമാണ്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് നിന്ദ്യമാണെന്ന് അറിയാം, എന്നാലും അങ്ങയെപ്പോലെയൊരു അങ്ങ് തന്നെ പരമാത്മാ സ്വരൂപമായിട്ടുള്ള അങ്ങ് വന്ന് ജനിക്കും എന്നറിയാവുന്നത് കൊണ്ടാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ നിന്ദ്യമായുള്ള കാര്യം ചെയ്താലും അത് ഏറ്റവും അവസാനം അതിനൊരു നല്ല ഫലമാണെങ്കിൽ അത് പിഴയല്ലല്ലോ, അത് തെറ്റല്ലല്ലോ അങ്ങനെ ചെയ്യുന്നത്. ഇതാ ഇന്ന് സഫലമായി വന്നു മനോരഥം. എൻ്റെ ഈ ഒരു മനോരഥം അങ്ങയോട് ഇങ്ങനെ സംസാരിക്കാൻ കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ എൻ്റെ ഈ ഒരു ആഗ്രഹം സഫലമായി വന്നു. ഒന്നപേക്ഷിക്കുന്നതുണ്ട് ഞാൻ ഇനിയും. ഇനി എനിക്കൊരപേക്ഷയേ ഉള്ളൂ. യോഗേശ തേ മഹാമായാ ഭഗവതി, അങ്ങയുടെ ആ മായാശക്തിയാണ് ആളുകളെ മോഹിപ്പിച്ച് ഈ അജ്ഞാനത്തിലേക്ക് അങ്ങനെ ആഴ്ത്തുന്നത്. അത് ലോകൈക മോഹിനി, അങ്ങയുടെ മഹാമായാ ഭഗവതിയായ ആ ലോകൈക മോഹിനി മോഹിപ്പിയായികമാം, എന്നെ മോഹിപ്പിക്കാതിരിക്കാൻ ഭഗവാനെ അനുഗ്രഹിക്കണം. അത് മാത്രമല്ല, ഞാൻ അങ്ങയുടെ ആചാര്യനാണല്ലോ. അപ്പോൾ ആചാര്യ നിഷ്കൃതി കാമൻ, ആചാര്യനൊരു ദക്ഷിണ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ ആഗ്രഹിക്കുന്നവനാണ് അങ്ങെങ്കിൽ, അതാണ് ആചാര്യ നിഷ്കൃതി കാമൻ ഭവാനെങ്കിൽ ആശയം, ഞാനൊരാശയം പറയാം. ഇത്രയേ ഉള്ളൂ. മായയാ മോഹിപ്പിയായികമേ, എനിക്ക് ഈ ഒരു ദക്ഷിണ തന്നാൽ മതി. എന്നെ ആ മായയിലിട്ട് മോഹിപ്പിക്കരുത്. ത്വത് പ്രസംഗാൽ, അങ്ങയുടെ ഈ ഒരു സാന്നിധ്യം കൊണ്ട് തന്നെ, സംഘം എന്നാൽ ആ ഒരു സാന്നിധ്യം, ഇപ്പോൾ തന്നെ ഞാൻ സർവമുക്തം, ഞാൻ മുക്തനായി കഴിഞ്ഞു. ഇപ്പോൾ ഇതം എന്നാൽ അപ്രവക്തവ്യം മയാ രാമ കുത്രചിത്, മയാ എന്നാൽ ഈ നടന്ന ഈ സംഭവങ്ങളൊന്നും അപ്രവക്തവ്യമാണ്, ആരോടും പറയാൻ പാടില്ലാത്തതാണ്, അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെ കുത്രചിത്, ഒരിടത്തും ഞാനിത് പറയാൻ പോകുന്നില്ല. ഇനി വന്ന കാര്യം പറയാം. രാജാ ദശരഥൻ ചൊന്നത് കാരണം രാജീവനേത്ര വന്നേൻ ഇവിടേക്ക്. ഞാൻ വന്നത് ദശരഥൻ പറഞ്ഞിട്ടാണ്. ഉണ്ട് അഭിഷേകം അടുത്ത നാളെന്നത് കണ്ടു ചൊല്ലുവാൻ ഉഴറി വന്നേനഹം, അങ്ങയെ നേരിട്ട് കണ്ടിത് പറയണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്ര ധൃതി കൂട്ടി, അതാണ് ഉഴറി വന്നേനഹം. ഇനി ചില ചിട്ടകളൊക്കെയുണ്ട്. നാളെ അഭിഷേകം ചെയ്യുന്നതിന് മുൻപേ വൈദേഹിയോടും ഉപവാസവും ചെയ്ത് മേദിനി തന്നിൽ ശയനവും ചെയ്യണം. അപ്പോൾ ഇന്ന് മുഴുവൻ അങ്ങ് ഉപവാസമിരിക്കണം, ഒറ്റയ്ക്കല്ല വൈദേഹിയോടും കൂടെ. എന്നിട്ട് രാത്രി മേദിനി തന്നിൽ, ഭൂമിയിൽ, അവിടെ വാൽമീകി രാമായണത്തിൽ പറയുന്നത് ദർഭപ്പുല്ല് വിരിച്ച് കിടക്കണം എന്നാണ്. കിടക്കയിൽ കിടക്കാൻ പാടില്ല. ഒപ്പം തന്നെ ബ്രഹ്മചര്യത്തോടിരിക്കുക. ഇന്നത്തെ ഒരു ദിവസം പൂർണ്ണമായും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒക്കെ നിയന്ത്രിച്ചുകൊണ്ട് അങ്ങ് ആ ഒരു വ്രതാനുഷ്ഠാനത്തോടെ കഴിയണം. ഇനി പറയുന്നു, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, അതാണ് ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവൻ വൈകാതെ. എനിക്ക് സമയമില്ല, നാളെയാണ്, അതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാനിതാ ഓരോരോ കർമ്മങ്ങൾ ചെയ്യാൻ ഞാനങ്ങ് പൊയ്ക്കോട്ടെ എന്ന് അനുവാദം വാങ്ങിയിട്ട് വസിഷ്ഠ മഹർഷി പോവുകയാണ്. പോകുന്നതിന് മുൻപേ പറയുകയാണ്, വന്നീടു ഉഷസ്സിന് നീ. ഉഷസ് ആ സൂര്യോദയത്തിന് മുൻപ് തന്നെ വരിക. എവിടെ? ആ പ്രധാന അന്തഃപുരത്തിലേക്ക് നീ എന്നരുൾ ചെയ്ത് ചെന്നു തേരിൽ കരേറി മുനിശ്രേഷ്ഠനും. അപ്പം ഇവിടെ ഒരു വ്രതനിഷ്ഠ എങ്ങനെയാണെന്ന് കാണിച്ചു തരികയാണ്. ഉപവാസം ചെയ്യുക, ഒപ്പം ബ്രഹ്മചര്യത്തോടിരിക്കണം. അത് വളരെ പ്രധാനമാണ്. ബ്രഹ്മചര്യം എന്നാൽ നമ്മുടെ മനസ്സിലെ ചിന്തകൾ എല്ലാം ഈശ്വരോന്മുഖമാക്കുക. അപ്പോൾ ഒരു വ്രതം എടുക്കുമ്പോൾ
സാധാരണഗതിയിൽ ഇന്ന് ആളുകൾ ഏത് ആഗ്രഹം വെച്ചാണോ വ്രതമെടുക്കുന്നത് ആ ആഗ്രഹത്തിനായിട്ട് വ്രതമെടുക്കുന്നു എന്നല്ലാതെ അതിലുള്ള മറ്റുള്ള ചിട്ടകൾ, ഭക്ഷണം മറ്റുള്ള ചിട്ടകളൊക്കെ ചെയ്യുമായിരിക്കാം, പക്ഷേ മനസ്സിനെ ഈശ്വരങ്കൽ വയ്ക്കാൻ എത്ര പേർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നത് ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ്. അപ്പോൾ ഈ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് എല്ലാറ്റിൻ്റെയും ലക്ഷ്യം ഭഗവാനിൽ മനസ്സ് വെച്ചിരിക്കലാണ്. പിന്നെ എന്തിനാണിങ്ങനെ ആദ്യമൊക്കെ ഓരോരോ ഫലങ്ങളെ പറഞ്ഞാലെങ്കിലും നമ്മൾ അത് ചെയ്യും. ഇപ്പോൾ ഭർത്താവിന് വേണ്ടി എടുക്കുന്ന വ്രതം, മക്കൾക്ക് വേണ്ടി എടുക്കുന്ന വ്രതം, അപ്പോൾ ഇങ്ങനെയൊക്കെ എടുത്താൽ അവർക്ക് ഐശ്വര്യം വരുമെന്ന് പറയുമ്പോൾ അവരോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ വ്രതമെടുക്കും. എന്നാൽ ആ വ്രതം എടുക്കുന്നതിൻ്റെ പുറകിലുള്ള സത്യം ഇതാണ്, അല്ലെങ്കിൽ ഈ തത്വം ഇതാണ്: മനസ്സ് ഈശ്വരനിൽ വെച്ചിരിക്കുക ആ ഒരു ദിവസമെങ്കിലും. അപ്പം അതിനു വേണ്ടി നമ്മൾ ഈ ഭക്ഷണക്കാര്യത്തിലൊക്കെ വളരെ ചിട്ടയോടുകൂടി ബാഹ്യമായിട്ട് ഈ ശരീരശുദ്ധി ഒക്കെ നോക്കും. പക്ഷെ മനസ്സെവിടെയുണ്ട്? അത് മാത്രം ആരും നോക്കാറില്ല. അന്നത്തെ ദിവസവും പതിവ് പോലെ പത്രം വായിച്ച്, TV കണ്ട്, സിനിമ കണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ആളുകൾ ചെയ്യാറ്. അതിലൊന്നും ഒരർത്ഥവുമില്ല. ആ വ്രതം അതിൻ്റെ എല്ലാ ശുദ്ധിയോടും കൂടെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനാണ്. അപ്പം അതിനു വേണ്ടി എന്ത് ചെയ്യണം? ഉപവാസം എന്നതിന് രണ്ടർത്ഥമാണ്. ഭഗവാനോടുകൂടെ വസിക്കുക, മനസ്സുകൊണ്ട് ഭഗവാന്റെ അടുത്തിരിക്കുക. അപ്പോൾ ഇനി വ്രതം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അന്നത്തെ ദിവസമെങ്കിലും ഈ ലോക കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കുക. പത്രം, TV, വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ കാര്യങ്ങൾ ആ ഒരൊറ്റ ദിവസമെങ്കിലും ഒന്ന് ഒഴിവാക്കുക. ഇനി വീട്ടിലിരുന്നാൽ ആ ഒരു നിയന്ത്രണം കിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ പോയിരിക്കുക. എന്തെങ്കിലുമൊക്കെ പാരായണം ചെയ്ത് ആ അമ്പലത്തിൻ്റെ ആ ഒരു അന്തരീക്ഷത്തിൽ ഇരിക്കുമ്പോൾ തന്നെ മനസ്സിൽ ഈശ്വര ചിന്തയേ വരുള്ളൂ. അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദമൊക്കെ കഴിച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത്, ഇനി ആശ്രമം അടുത്തെങ്ങനെ ആശ്രമം ഉണ്ടെങ്കിൽ അങ്ങനെ പോയി അവിടെയുള്ള ആചാര്യന്മാരോട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ചോദിക്കുകയും അത്തരം സംഭാഷണങ്ങളൊക്കെ ചെയ്ത് ആ ഒരു ദിവസം ഒന്ന് കഴിഞ്ഞു നോക്കൂ. എന്തെന്നില്ലാത്തൊരു പ്രസാദം ഉള്ളിലുണ്ടാവും. അങ്ങനെ ആവുമ്പോൾ പ്രത്യേകിച്ചൊരു ലക്ഷ്യവുമില്ലാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സാധിക്കാനല്ലാതെ ഇടക്കൊക്കെ ഇങ്ങനെയൊന്ന് ഇരിക്കണം എന്ന് തോന്നും. അപ്പം അങ്ങനെ നമ്മൾ ഇരുന്നു പോകും. അപ്പോൾ ആദ്യമൊക്കെ മാസത്തിലൊന്നാണെങ്കിൽ പിന്നീട് അത് ആഴ്ചയിലൊന്നാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. പിന്നീട് അത് ജീവിതചര്യയായി മാറും. അപ്പം ഇങ്ങനെ മനസ്സ് ഈശ്വരനിൽ വച്ചിരിക്കുക എന്നതാണ് വ്രതാനുഷ്ഠാനങ്ങളുടെ പോലും ലക്ഷ്യം. പക്ഷേ നിർഭാഗ്യവശാൽ ഈ 1-ാം ക്ലാസ്സിൽ കൊണ്ടേ ഇരുത്തുന്ന കുട്ടി 1-ാം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നത് പോലെയാണ് നമ്മളൊക്കെ. എന്തെങ്കിലും ഒരു കാര്യം ചെറുപ്പത്തിൽ ചെയ്യാൻ തുടങ്ങിയ ജീവിതകാലം മുഴുവൻ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് അപ്പുറത്തേക്കൊരു യാത്രയില്ല. ഇതെന്തിനാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത് എന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. ജീവിതകാലം മുഴുവൻ വ്രതമെടുക്കും. പക്ഷെ എന്തിനാണ്? ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി. അങ്ങനെയൊന്നുമല്ല. അതൊക്കെ നമ്മളെ ഇതിലേക്ക് വരുത്തിക്കാൻ ആചാര്യന്മാർ കണ്ടുപിടിച്ച ഓരോ സൂത്രപ്പണികളാണ്. അതുകൊണ്ട് ഓരോരുത്തരും അവനവൻ്റെ കർമ്മഫലം അനുഭവിച്ചിരിക്കും. അതിപ്പോൾ വ്രതം എടുത്തത് കൊണ്ട് മാറുമോ എന്നൊക്കെ ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനു വേണ്ടി എന്ന രീതിയിൽ നമ്മൾ വ്രതം അനുഷ്ഠിച്ചാലും യഥാർത്ഥത്തിൽ ഉദ്ദേശം ഇതാണ്: ഓരോരുത്തരും മനസ്സ് ഭഗവാനിൽ വെച്ചിരിക്കാൻ എത്രത്തോളം പറ്റുമോ അത്രത്തോളം സാധിക്കുക. അപ്പം ഇവിടെ ആ അഭിഷേകത്തിന് വേണ്ടി ഒരുങ്ങാൻ പറഞ്ഞത് രാത്രി നിലത്ത് കിടന്നുറങ്ങണം, ബ്രഹ്മചര്യം പാലിക്കണം, ഉപവാസമിരിക്കണം. ഇതാണ് ശരിയായ വ്രതനിഷ്ഠ. അങ്ങനെ വസിഷ്ഠ മഹർഷി പോയതിനു ശേഷം ശ്രീരാമൻ അവിടെ തൻ്റെ അടുത്തുള്ള ലക്ഷ്മണൻ തന്നോട് നന്നേ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി. രഹസ്യമായി എന്നതുകൊണ്ട് ലക്ഷ്മണൻ മാത്രം കേൾക്കത്തക്ക വിധത്തിൽ പറഞ്ഞു: താതൻ എനിക്ക് അഭിഷേകം ഇളമയായി എന്നെ യുവരാജാവായിട്ട് മോദേന ചെയ്യും അടുത്ത നാൾ നിർണയം. തീർച്ചയായും ചെയ്യാൻ അച്ഛൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം അറിയുക, ഇവിടെ നമ്മൾ 4 പേരും, ഇവിടെ ലക്ഷ്മണൻ ഉള്ളതുകൊണ്ട് ലക്ഷ്മണനോട് മാത്രം പറഞ്ഞു എന്ന് മാത്രം. ശ്രീരാമചന്ദ്രൻ ഉദ്ദേശിച്ചത് 4 സഹോദരങ്ങളെയും കൂടിയാണ്.
തത്ര നിമിത്തമാത്രം ഞാൻ. ഇവിടെ രാജാവായിട്ട് ഞാൻ എന്ന് പേരുകൊണ്ട് ഒരു പക്ഷേ രാമൻ രാജാവ് എന്നൊക്കെ പറയുമായിരിക്കും, പക്ഷെ അതൊരു നിമിത്തം മാത്രമാണ്. അതിന് ഒരു കർത്താവ് നീ, രാജ്യഭോക്താവും നീയത്രേ. ലക്ഷ്മണ, നിങ്ങൾ സഹോദരങ്ങൾ തന്നെയാണ് ഇതിനെല്ലാം അവകാശികൾ. ഞാൻ മുന്നിൽ നിന്ന് നയിക്കുന്നു എന്ന് മാത്രം. നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഈ രാജ്യം ഭരിക്കാൻ പോകുന്നത്. നീയാണ് കർത്താവ്, നീയാണ് ഭോക്താവ്. അത് അനുഭവിക്കുന്നതും എല്ലാം നമ്മൾ ഒരുമിച്ചായിരിക്കും. അല്ലയോ വത്സ, കുഞ്ഞേ എന്ന് വളരെ വാത്സല്യത്തോടെ വിളിക്കുകയാണ്. മമ, ഇവിടെ മമ എന്നതിന് എനിക്ക്, അങ്ങനെ ഒരു അർത്ഥവും കൂടെ മമ എന്ന വാക്കിനുണ്ട്. അത് പിന്നീട് നമ്മൾ സംസ്കൃതം പഠിക്കുമ്പോൾ മനസ്സിലാകും. നമ്മളിപ്പോൾ പഠിച്ച അർത്ഥം മമ, എൻ്റെ എന്നാണ്. അങ്ങനെയും ഒരർത്ഥമുണ്ട്, അതായത് അത് വിഭക്തിയാണ്. അത് കൂടുതൽ കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാനാണ് ആദ്യം തന്നെ എല്ലാം ഒന്നും പറയാത്തത്. അപ്പോൾ മമ എന്നത് സാഹചര്യത്തിനനുസരിച്ച് അർത്ഥത്തിന് വ്യത്യാസം വരും. ഒന്ന് ചിലയിടത്ത് എൻ്റെ എന്നായിരിക്കും, ചിലയിടത്ത് എനിക്ക് എന്നായിരിക്കും. അപ്പോൾ ഇവിടെ എനിക്ക് എന്നാണ് അർത്ഥം. മമ ത്വം, നീ ബഹിപ്രാണനാകയാൽ, എൻ്റെ ശരീരത്തിനുള്ളിലൊരു പ്രാണനുണ്ട്, എൻ്റെ പുറത്തെ പ്രാണനാണ് നീ. അത്രയും പ്രിയപ്പെട്ടവനാണ് എനിക്ക് നീ. അതുകൊണ്ട് നീ തന്നെയാണ് രാജാവാകുന്നത് എന്നതുപോലെ ഉത്സവത്തിന് കോപ്പിട്ടുകൊണ്ടാലും നീ ഈ രാജ്യം ഒരു ഉത്സവത്തിലേക്ക് നീങ്ങുകയാണ്. അതിന് നീയും അതിനൊരു നേതൃത്വം കൊടുത്താലും മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം. നീ എനിക്ക് തുല്യം തന്നെയാണ്, നീ ഞാൻ തന്നെയാണ്. മത്സരിപ്പാനിൽ ഇതിന് നമ്മളോടാരും മത്സരിക്കാനില്ല എന്ന് വെച്ചാൽ ആർക്കും നമ്മെ തോൽപ്പിക്കാൻ പറ്റില്ല. ഈ സാഹോദര്യത്തിൻ്റെ കെട്ടുറപ്പ് ഒരാൾക്കും ഭേദിക്കാൻ സാധിക്കില്ല. നീയും മറ്റുള്ള 2 സഹോദരങ്ങളും എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്. നമ്മൾ ഒരുമിച്ചാണ് ഈ രാജ്യം ഭരിക്കാൻ പോകുന്നത്. ഇങ്ങനെ ലക്ഷ്മണനോടും പറഞ്ഞു. ഇത്തരം ഓരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്രഗേഹം പ്രവിശ്യ വസിഷ്ഠനും. അങ്ങനെ വസിഷ്ഠൻ ഇവിടുന്ന് നേരെ പോയത് ദശരഥൻ്റെ കൊട്ടാരത്തിലേക്കാണ്. വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോട് ചിത്തമോദാൽ അറിയിച്ചു സമസ്തവും. ഇവിടെ നടന്ന സംഭവം, അതിൽ ഈ ഒരു രഹസ്യാത്മകമായിട്ടുള്ള സംഭാഷണം ഒഴിച്ച് ബാക്കിയൊക്കെ പറഞ്ഞു. രാജീവ സംഭവ നന്ദനൻ തന്നോട്, രാജീവ സംഭവൻ ബ്രഹ്മാവ്, രാജീവം താമരയിൽ നിന്നുണ്ടായ ബ്രഹ്മാവിൻ്റെ മകനായിട്ടുള്ള വസിഷ്ഠനോട് രാജാ ദശരഥൻ ആനന്ദപൂർവകം, ദശരഥ മഹാരാജാവ് വളരെ സന്തോഷമായിട്ട് രാജീവനേത്ര അഭിഷേക വൃത്താന്തം, ഇവിടെ ആ ഒരു രാജ ഇങ്ങനെ വരാൻ വേണ്ടിയാണ് എഴുത്തച്ഛൻ അതേ വാക്കുകൾ ഉപയോഗിച്ചത്. ഇങ്ങനെയുള്ള അഭിഷേക വൃത്താന്തം, രാജീവനേത്രൻ താമരക്കണ്ണനായ രാമൻ്റെ അഭിഷേക വൃത്താന്തങ്ങൾ ഇവരിങ്ങനെ സംസാരിക്കുന്നത്, അവിടെയൊക്കെ ഭടന്മാരും ദൂതന്മാരും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ പൂജാവിധാനേന ചൊന്നത് കേൾക്കയാൽ, ഇവരിങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ട് അതിലൊരാൾ കൗസല്യയോടും സുമിത്രയോടും ചെന്ന്, അങ്ങനെയാണല്ലോ നമുക്ക് എന്തെങ്കിലും ഒരു വിശേഷം കേട്ടാൽ തിടുക്കമാണ്, അറിഞ്ഞാൽ സന്തോഷിക്കുന്നവരെ എങ്ങനെയെങ്കിലും ഒന്ന് അറിയിക്കണം. അങ്ങനെ അതിലൊരാൾ വന്നിട്ട് കൗസല്യയോടും സുമിത്രയോടും ചെന്ന് കൗതുകമോടറിയിച്ചാൻ ഒരു പുമാൻ, ഒരു ദൂതൻ അല്ലെങ്കിൽ ഒരു ഭടനോ ആരെങ്കിലും, അവിടെയുള്ള ഒരാൾ ഓടി വന്നിട്ട് കൗസല്യയോടും. അപ്പോൾ സുമിത്ര എപ്പോഴും കൗസല്യയുടെ കൂടെയാണ്. സുമിത്ര പൊതുവെ ഒരു തപസ്വിനിയെ പോലെയാണ്. അത് പിന്നീട് നമുക്ക് രാമായണം കാണുമ്പോൾ മനസ്സിലാകും. ആരോടും ഒന്നിനും പരാതിയില്ലാതെ, എന്നാൽ തികച്ചും ഒരു സാത്വികയാണ്. ഇവിടെ കൗസല്യയുടെ പുറകെ എന്ന പോലെയാണ് സുമിത്ര എപ്പോഴും. അങ്ങനെ അവർ രണ്ടുപേരും ഇരിക്കുന്നിടത്ത് വന്നാണ് ഈ ഒരു കൗതുകമോടെ ആ വിശേഷം അറിയിച്ചു. ഇത് കേട്ടതും സമ്മോദം ഉൾക്കൊണ്ട അത്യധികമായ ആഹ്ലാദത്താൽ അത് കേട്ട നേരത്ത് നിർമ്മലമായൊരു മാല്യവും, നല്ലൊരു മുത്തുമാല, കാരണം അത്രയും സന്തോഷിപ്പിച്ച വാർത്ത പറയുമ്പോൾ അവർക്ക് തിരിച്ചൊരു സമ്മാനം കൊടുക്കുക എന്നതും നമ്മുടെ ഒരു സംസ്കാരമാണ്. അങ്ങനെ ആ ദൂതന് വന്നറിയിച്ച ആൾക്ക് നല്ലൊരു മാലയൊക്കെ കൊടുത്തു കൗസല്യയും. പിന്നീട് തനയ അഭ്യുദയ അർത്ഥമായി തൻ്റെ മകൻ്റെ ആ ഉയർച്ചക്കൊക്കെ വേണ്ടിയിട്ട്
കൗതുകമോട് പൂജിച്ചിതു ലക്ഷ്മിയെ. എല്ലാ ഐശ്വര്യവും തരാൻ വേണ്ടി ലക്ഷ്മീ ദേവിയെ പൂജിച്ചു. നാഥേ മഹാദേവി നീയേ തുണയെന്ന് ചേതസി ഭക്തിയാ വണങ്ങി വാണിയിടിനാൾ. അങ്ങനെ ലക്ഷ്മീ ദേവിയെ പൂജിച്ച് ദേവി തന്നെ തുണ എന്ന് പറഞ്ഞ് അങ്ങനെ വണങ്ങിയിടിനാൾ. ഒപ്പം ചെറിയൊരു ആശങ്കയും ഉള്ളിലുണ്ട്. അത് സ്വയം ആത്മഗതമായിട്ട് പറയുകയാണ്. സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടും എന്നുമേ. സത്യസന്ധനാണ് ദശരഥൻ. അപ്പം അദ്ദേഹമാണ് പറഞ്ഞത് രാമാഭിഷേകം നടത്താം എന്ന്. എന്നാൽ പോലും കേകയപുത്രി വശഗതനാകയാൽ ആ കൈകേയിക്ക് വശഗതനാണ് രാജാവ്. അപ്പൊ കൈകേയിയുടെ മനോഗതത്തിനനുസരിച്ച് രാജാവിൻ്റെ മനസ്സ് മാറിപ്പോകുമോ? എന്താണ് കൈകേയിയുടെ മനോഗതം അതും അറിയില്ല. എന്നാലും അതിനെക്കുറിച്ച് ഓർത്ത് ആകുലമുള്ളിൽ വളരുന്നിതേറ്റവും. അതുകൊണ്ട് വീണ്ടും ദുർഗാദേവിയോട് പ്രാർത്ഥിക്കുന്നു. ഭഗവതി ദുഷ്കൃതനാശിനി, എല്ലാ ദുഷ്കൃതങ്ങളെയും നശിപ്പിക്കുന്നല്ലയോ ദേവി, ദുർഗതി നീക്കി തുണച്ചിടും അംബികേ. ദേവി ഒരു ആപത്തും വരാതെ രക്ഷിക്കണം. കാമുകനല്ലോ നൃപതി ദശരഥൻ. എന്താ അവിടുത്തെ ആശങ്കയുടെ കാരണം? ദശരഥൻ ആ ഒരു കാമുകന്റെ ഭാവമാണ് ഇപ്പോഴും. അവിടെ കാമുകിയാവട്ടെ കൈകേയിയും. കാമിനി കൈകേയി ചിത്തമെന്തീശ്വര. ആ കൈകേയിയുടെ മനസ്സിൽ എന്താണോ അതിനനുസരിച്ചേ രാജാവ് പ്രവർത്തിക്കുകയുള്ളൂ. നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇവിടെ കൗസല്യ ദേവിയോട് പ്രാർത്ഥിച്ചിരിക്കുന്നു. ആ സമയത്ത് ഇനി ദേവലോകത്ത് നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നു. യഥാർത്ഥത്തിൽ ഇത് വാൽമീകി രാമായണം എന്ന മൂലഗ്രന്ഥത്തിൽ ഇല്ലാത്ത ഒന്നാണ്. അതായത് എഴുത്തച്ഛൻ ഏതും അത് ദൈവവശാൽ മാത്രം സംഭവിക്കുന്നു, ഈശ്വര നിശ്ചയം മാത്രമാണ് എല്ലാം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ഇങ്ങനെയൊരു ചർച്ച അവിടെ നടന്നിട്ടുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ ഒരു കണക്കുകൂട്ടൽ. അതാണ് വാനവരെല്ലാവരും ഒത്തു നിരൂപിച്ചു, ദേവന്മാരൊക്കെ നിരൂപിച്ചു. കാരണം ഇവിടെ അഭിഷേകമൊക്കെ നടക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും കാണുന്നു. ഇത് മുടക്കാൻ എന്താ വഴി? അങ്ങനെ വാണി ഭഗവതി തന്നോട് അപേക്ഷിച്ചു. ലോകമാതാവേ സരസ്വതി ഭാരതി വേഗാൽ അയോധ്യക്കെഴുന്നള്ളുക വേണം. അപ്പം ദേവി അങ്ങനെ പോയിട്ട് എന്താ വേണ്ടത്? രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാൻ ആമവരാരും മറ്റില്ല നിരൂപിച്ചാൽ. ആമവരാരും എന്നാൽ അതിന് കഴിവുള്ള മറ്റാരും ഇല്ല. ഇപ്പോൾ ഞങ്ങൾക്ക് ആലോചിച്ചിട്ട് ദേവിക്കല്ലാതെ ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കില്ല. കാരണം ഇവിടെ കയ്യൂക്കോ ഒന്നുമല്ല വേണ്ടത്, അത് വേറൊരു രീതിയിലാണ് അത് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് ചെന്നുടൻ മന്ധര തന്നുടെ നാവിന്മേൽ തന്നെ വസിച്ച്, ഇവിടെ വികട സരസ്വതിയായിട്ട് പോയിട്ട് മന്ധരയുടെ നാവിൽ വസിച്ച് അവളെ കൊണ്ട് ചൊല്ലിച്ച്, ആദ്യം മന്ധരയുടെ ആ വാക്കുകൾ കൊണ്ട്, വിഷം പുരട്ടിയ വാക്കുകൾ കൊണ്ട് കൈകേയിയുടെ മനസ്സിളക്കണം. പിന്നെ വിരവോട് കൈകേയിയെ കൊണ്ട് തന്നെ പറയിച്ചുകൊണ്ട് മുടക്കണം. എന്നിട്ട് കൈകേയി അത് കേട്ട് മനസ്സിന് ഭ്രമം സംഭവിച്ച് അങ്ങനെ ആ കൈകേയിയെ കൊണ്ട് ഈ അഭിഷേകം മുടക്കിക്കണം. പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാം മടിക്കരുത് എന്ന് അമരന്മാർ പറഞ്ഞോരനന്തരം. അങ്ങനെ ദേവന്മാർ പറഞ്ഞതനുസരിച്ച് വാണീദേവി മന്ധരതൻ വദനാന്തരെ ആ നാവിന്മേൽ വാണിയിടിനാൾ ചെന്ന് ദേവകാര്യാർത്ഥമായി. അപ്പോൾ വാക്കുകൾ രണ്ട് രീതിയിലും ഉപയോഗിക്കാം. സത്കാര്യങ്ങൾക്കാകുമ്പോൾ അത് നല്ല വാണിയും, അതല്ല എങ്കിൽ അത് വികട സരസ്വതിയും ആയിരിക്കും. അങ്ങനെ സരസ്വതി ദേവി വികട സരസ്വതി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട്
അപ്പോൾ ത്രിവക്രയാം 3 വളവാണ്, കുബ്ജ കൂനിയുമാണ്. അത് ആ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ബാധിച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ വരവ്. അങ്ങനെ ആ കുബ്ജയും ചിലതൊക്കെ മാനസേ കൽപ്പിച്ചുറച്ച് എങ്ങനെയെങ്കിലും കാര്യം സാധിക്കണം എന്ന് ഉറപ്പിച്ച് പ്രാസാദം, ആ മണിമാളികയിലേക്ക്, കൈകേയി താമസിക്കുന്ന മണിമാളികയിലേക്ക് വന്നു. അങ്ങനെ വേഗേന ചെന്നൊരു മന്ധരയെ കണ്ട് കൈകേയി താനും അവളോട് ചൊല്ലിനാൾ. ആകെ ധൃതി പിടിച്ചു വരികയാണ്, ഇതെന്താണിത്? അപ്പോൾ കൈകേയി ആ കൊട്ടാരത്തിലെ കിളിവാതിലിലൂടെ, കൈകേയിയുടെ അന്തഃപുരത്തിൽ നിന്ന്, ആ മട്ടുപ്പാവിൽ നിന്ന് ഒക്കെ കാണുമ്പോൾ രാജ്യം മുഴുവൻ അലങ്കരിച്ചത് കാണുന്നു. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണെന്നറിയില്ല, കൈകേയിയെ നേരിട്ട് രാജാവ് ഇതുവരെ അറിയിച്ചിട്ടില്ല. രാജാവ് ആളാകെ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കൈകേയിയോടുള്ള പ്രണയമൊക്കെ തൽക്കാലത്തേക്ക് മറന്നിട്ട് മറ്റൊരു ഉത്തരവാദിത്വത്തിൻ്റെ തിരക്കിലാണ് രാജാവ്. അത് എപ്പോഴും അങ്ങനെയാണ്. മറ്റൊരു കാര്യത്തിനുള്ള ഉത്തരവാദിത്വം വരുമ്പോൾ നമ്മൾ ഒരുപക്ഷെ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒന്ന് മാറി നിൽക്കും. അപ്പോൾ ഇവിടെ അതാണ് സംഭവിച്ചത്. ഇവിടെ തൽക്കാലം കൈകേയിക്കല്ല പ്രാധാന്യം, രാമൻ്റെ അഭിഷേകം. അത് ഒരു ദിവസം മുൻപാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കണം. അപ്പം അവിടെ ഇപ്പോൾ കൈകേയിയെക്കുറിച്ച് ഓർക്കാനൊന്നും സമയമില്ല. അതുകൊണ്ട് തന്നെ രാജാവ് ഇതൊക്കെ ഏൽപ്പിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ കൈകേയിയുടെ അടുത്തേക്ക് വരുന്നുള്ളൂ. അപ്പം അതിനിടയ്ക്കാണ് ഇവിടെ ഇങ്ങനെ സംഭവിച്ചത്. അങ്ങനെ ഇതൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന കൈകേയി മന്ധരയോട് ചോദിക്കുന്നു, മന്ധരേ, ചൊല്ലൂ നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലം അലങ്കരിച്ചിടുവാൻ. അപ്പോൾ കൈകേയിക്ക് മനസ്സിലൊരു തോന്നലുണ്ട്, നാളീകലോചനനാകിയ രാമന് നാളെ അഭിഷേകമുണ്ടെന്ന് നിർണയം. എനിക്ക് തോന്നുന്നു രാമൻ അഭിഷേകമുണ്ടോ നാളെ, അതാണോ ഈ ഒരു ആഘോഷത്തിന് കാരണം? ഇങ്ങനെയൊക്കെ വളരെ സന്തോഷത്തോടെ കൈകേയി ചോദിക്കുമ്പോൾ മന്ധര അങ്ങോട്ട് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്, ദുർഭഗേ മൂഢേ മഹാഗർവിതേ, കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടൂ ഒന്നും അറിയാതെ. അങ്ങ് ഉറങ്ങിക്കോ, നല്ല സുഖമല്ലേ? എന്തൊരു മൂഢയാണ് നീ, ചോദിക്കുന്നത് കേട്ടില്ല. ആ ചോദ്യവും കൂടെ അങ്ങോട്ട് ചൊടിപ്പിച്ചു മന്ധരയെ. കാരണം അത്ര സന്തോഷത്തോടെ ചോദിക്കുകയാണ്, രാമൻ അഭിഷേകമാണല്ലേ നാളെയെന്ന്. അത് കേട്ടതും മന്ധരയ്ക്ക് അങ്ങോട്ട് ദേഷ്യം അങ്ങോട്ട് അധികരിച്ചു. അതാണ് ചോദിക്കുന്നത്, ഗർവിതേ, നീ വലിയ സുന്ദരിയാണെന്നൊക്കെ വലിയ ഗർവിച്ച് നടന്നോളൂ, നിനക്ക് അതേ കൊള്ളൂ, നിന്നെ കൊണ്ട് അതിനേ കൊള്ളൂ. ഏറിയൊരാപത്ത് വന്നടുത്തു, നിനക്കാരും ഒരു ബന്ധുവില്ലെന്ന് നിർണയം. നീ ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങിക്കോളൂ, ഒരു വലിയൊരാപത്ത് വരാൻ പോകുന്നു നിനക്ക്. മാത്രമല്ല നിനക്ക് ഒരു കൂട്ടിന് രാജാവ് പോലും ഉണ്ടാവില്ല, ആരും ഒരു ബന്ധു നിനക്ക് കൂട്ടിനുണ്ടാവില്ല, ഈ ഞാൻ മാത്രമേ ഉള്ളൂ നിനക്ക് എന്നർത്ഥം. രാമാഭിഷേകം അടുത്ത നാളുണ്ടടോ, കാമിനിമാർ കുല മൗലി മാണിക്യമേ. അപ്പം ഇവിടെ സൗന്ദര്യത്തെ വാഴ്ത്തുകയാണ്. കാമിനിമാർ കുലം, സുന്ദരിമാരുടെ കുലത്തിന് നീ ഒരു മൗലി മാണിക്യമാണ്, രത്നം കൊണ്ട് ഉണ്ടാക്കിയ മകുടമാണ് നീ, അത്രയും സുന്ദരിയാണ് നീ എന്നർത്ഥം. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചൊടിക്കുന്നത് എന്ന് മനസ്സിലാവാത്തത് കൊണ്ട് ഇത്തം അവൾ ചൊന്നത് കേട്ട് സംഭ്രമിച്ചുത്ഥാനവും ചെയ്തു കേകയപുത്രിയും. അപ്പോൾ ഇവിടെ ചൊടിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. എന്നാൽ രാമൻ അഭിഷേകമുണ്ട് എന്ന് മന്ധര ഉറപ്പിച്ച് പറയുകയും കൂടെ ചെയ്തപ്പോൾ കേകയപുത്രി അത്യധികമായ സന്തോഷത്തോടെ ചിത്രമായൊരു ചാമീകര നൂപുരം, വളരെ വിചിത്രമായ വളരെ വിശേഷപ്പെട്ട ഒരു ചാമീകരം, സ്വർണം കൊണ്ടുണ്ടാക്കിയ നൂപുരം, ഒരു പാദസരം എടുത്ത് ചിത്തമോദേന നൽകിയിടിനാൾ ആദരാൽ. വളരെ സന്തോഷത്തോടെ, കാരണം അത്രയും സന്തോഷമുള്ളൊരു വാർത്തയാണ് ഞാൻ കേട്ടത് എന്ന ഭാവത്തിലാണ് കൈകേയി ഈ ഒരു സ്വർണ്ണ നൂപുരം ആ മന്ധരയ്ക്ക് കൊടുക്കുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇതെന്താണ് മന്ധരെ,
സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു താപം ഉപാഗതമെന്ന് നീ ചൊല്ലുവാൻ കാരണം? ഇത്രയും സന്തോഷമുള്ള ഒരു വാർത്ത പറയുമ്പോൾ ആ വാർത്തയാണ് നാളെ നടക്കാൻ പോകുന്നതെങ്കിൽ ഈ കാലത്തിങ്കൽ എന്തൊരു താപം, ഇതിലിപ്പോൾ എന്താ ഇപ്പം സങ്കടപ്പെടാൻ, ആശങ്കപ്പെടാൻ ഉപാഗതം വന്നത് എന്ന് നീ ചൊല്ലുവാൻ കാരണം? ഞാൻ അറിഞ്ഞീൽ അതിനില്ലൊരവകാശമേതും നിരൂപിച്ചാൽ. എനിക്കങ്ങനെ ഒന്നും തോന്നുന്നില്ലല്ലോ, ഞാൻ അറിഞ്ഞില്ല. എന്തിന് ഇങ്ങനെ ഒരു ആശങ്കപ്പെടേണ്ട കാര്യം എന്താ ഉള്ളത്? നീ എന്തിനാണ് ഇങ്ങനെ ചൊടിക്കുന്നത്? ഞാൻ അറിഞ്ഞീൽ അതിനില്ലൊരവകാശമേതും നിരൂപിച്ചാൽ. ഞാൻ ചിന്തിച്ചു നോക്കിയിട്ട് ഇവിടെ അങ്ങനെ സങ്കടപ്പെടാൻ എന്താ ഉള്ളത്? രാമൻ രാജാവാവുകയാണെങ്കിൽ എനിക്കതിലും വലിയ സന്തോഷമില്ല. കാരണം എന്നുടെ രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ ആരെയുമില്ല മറ്റോർക്ക നീ. എൻ്റെ രാമന് എന്നെ ആണ് മറ്റാരെക്കാളും ഇഷ്ടം എന്നത് നീ ഓർക്കണം. അത്രയുമല്ല, ഭരതനേക്കാൾ മമ പുത്രനാം രാമനെ സ്നേഹമെനിക്കേറും. എനിക്കോ എൻ്റെ മകൻ ഭരതനേക്കാളും എനിക്കും ഇഷ്ടം രാമനെയാണ്. ഇനി രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറും നൂനമില്ലൊരു സംശയം. ഒരു സംശയവും വേണ്ട. ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്ന് രാമന് എന്നെയാണ് ഇഷ്ടം. സ്വന്തം അമ്മയായ കൗസല്യയെക്കാളും എന്നോട് അവന് പ്രിയമുണ്ട്. പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ പറയുന്നത്? മാത്രമല്ല, ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ലെന്നറിയുക നീ. എന്നോടുള്ള ആ രാമകുമാരൻ്റെ ഭക്തി, വിശ്വാസം, ബഹുമാനം ഇതൊന്നും മറ്റാരോടും കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നല്ല വസ്തുക്കൾ എനിക്ക് തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പൂ മമ നന്ദനൻ. എന്തെങ്കിലും ഒരു വിശേഷപ്പെട്ട വസ്തു കിട്ടിയാൽ എനിക്ക് ആദ്യം കൊണ്ടുതരും. ഇഷ്ടമല്ലാതൊരു വാക്ക് പറയുകയിൽ ഒട്ടുമേ ഭേദം അവനിലൊരിക്കലും. അവൻ്റെ അമ്മ കൗസല്യയിൽ നിന്നും എന്നോട് അങ്ങനെ ഒരു ഭേദവും അവനില്ല. ഇഷ്ടമല്ലാത്തൊരു വാക്കുപോലും അവൻ ഉച്ചരിച്ചിട്ടില്ല. അശ്രാന്തം ഒട്ടും മടികൂടാതെ എന്നെയത്രേ മടികൂടാതെ ശുശ്രൂഷ ചെയ്തു ഞാനയം പ്രീതിപൂർവകം. ഈ ഞാൻ പലതവണ അവൻ്റെ ശുശ്രൂഷ അറിഞ്ഞിട്ടുണ്ട്. അവൻ എന്നെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. അവൻ്റെ അമ്മയെ പോലെ തന്നെ, ഒരുപക്ഷെ അതിനേക്കാളും ഒരു പടി മുകളിലാണ് അവൻ എനിക്ക് തന്നിരിക്കുന്ന സ്ഥാനം. എന്നിട്ട് മന്ധരയോട് ചോദിക്കുകയാണ്, മൂഢേ, നീ ഇതൊന്നും അറിയാതെയാണ് ഈ പറയുന്നത്. നിനക്കെന്ത് രാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും? നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. നീ എന്ത് പേടിക്കാനെന്നാണ് പറയുന്നത്? സർവജനപ്രിയനല്ലോ മമാത്മജൻ. എല്ലാവരെയും പ്രിയമാണ് എൻ്റെ മകൻ രാമന്. നിർവൈരമാനസനാണ്. ഒരാളോടും ദേഷ്യം ഞാനിതുവരെ കണ്ടിട്ടില്ല. ശാന്തനാണ്, ദയാപരനാണ്. ഇതും കൂടെ അങ്ങോട്ട് കേട്ടപ്പോൾ കേകയപുത്രിതൻ വാക്കുകൾ കേട്ടളവാകുല ചേതസാ പിന്നെയും ചൊല്ലിനാൾ, പാപേ, ഓ ഇങ്ങനെയുണ്ടോ ഒരുവൾ, ഇത്രയും ബുദ്ധികെട്ട ഒരു സ്ത്രീ. മഹാഭയ കാരണം കേൾക്ക നീ. ഞാൻ ഈ പറയുന്നതൊന്നും വെറുതെയല്ല. എന്താണ് നിനക്ക് വരാൻ പോകുന്ന ഭയമെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു തരാം. ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞില്ലേ? നിന്നോട് പറഞ്ഞോ രാജാവ് ഇതുവരെയായിട്ട്? നീ എന്നോട് ചോദിച്ചറിയേണ്ടി വന്നില്ലേ എന്താ അത്? അപ്പോൾ രാജാവ് പോലും നിന്നെ വഞ്ചിച്ചിരിക്കുകയാണ്. ഇത്രയും നാളും നിന്നെ ഇങ്ങനെ മധുരമായ വാക്കുകളൊക്കെ പറഞ്ഞ് മയക്കി നീ ഒന്നും പരാതി പറയാത്ത വിധത്തിലാക്കിയെടുത്തു. എന്നിട്ടിപ്പോൾ നോക്കൂ, രാമൻ അഭിഷേകം ചെയ്യാൻ പോകുന്ന വൃത്താന്തം പോലും നിന്നോട് പറഞ്ഞോ? ഇല്ല. അപ്പോൾ നിന്നെ വഞ്ചിച്ചില്ലേ രാജാവ്? നിന്നെ മാത്രമല്ല, ത്വൽപുത്രനായ ഭരതനെയും ബലാൽ, ഇപ്പൊ ഭരതനെ അടക്കം വഞ്ചിച്ചിരിക്കുകയാണ്. ത്വൽപ്രിയനായ ശത്രുഘ്നെയും, ഭരതനെയും ശത്രുഘ്നെയും വളരെ വിദഗ്ധമായിട്ട് നൃപൻ മാതുലനെ കാൺമതിനായി അയച്ചതും ചേതസി കൽപ്പിച്ചുകൊണ്ട് തന്നെ ഇതും. നീ എന്താ വിചാരിച്ചത്? ഭരതനെ ഇഷ്ടത്തോടെ അവിടെ പോയി നിന്നോട്ടെ എന്നൊക്കെ സ്നേഹത്തോടെ വിചാരിച്ചു എന്നാണോ? അല്ല, ഇതൊക്കെ
ഇതൊക്കെ രാജാവ് മുൻകൂട്ടി വളരെ വളരെ സൂത്രത്തിൽ ആസൂത്രണം ചെയ്തതാണ്. ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് നിന്നെയും മകനെയും വഞ്ചിച്ചിരിക്കുകയാണ്. എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് രാജാവ് ഇതൊക്കെ ചെയ്യുന്നത്? എന്താ, ഭരതനെ കൊണ്ടുവന്നിട്ട് എന്നിട്ട് ചെയ്താൽ പോരെ? അപ്പൊ ഇതൊക്കെ രാജാവിൻ്റെ മുൻകൂട്ടിയുള്ള പദ്ധതികളാണ്. അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടിയുണ്ട്. രാജാഭിഷേകം കൃതം രാമനെങ്കിലോ രാജാനുഭൂതി സൗമിത്രിക്ക് നിർണയം. രാജാവ് രാമനാണെങ്കിലും അത് സൗമിത്രി ലക്ഷ്മണൻ രാജാവാകുന്നതിന് തുല്യമാണ്. അപ്പോഴെന്താവുന്നു? ഭാഗ്യമത്രേ സുമിത്രയ്ക്കതും കണ്ട്. സുമിത്രയ്ക്കും ഭാഗ്യായി. കാരണം രാമൻ രാജാവായാൽ അത് സ്വാഭാവികമായി ലക്ഷ്മണനും രാജാവാകുന്നത് പോലെയാണ്. അപ്പൊ സുമിത്രയ്ക്കും അതിൻ്റെതായ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും. എന്നാൽ നീയോ? ഇതൊക്കെ കണ്ട് നിർഭാഗ്യയായോരു നീ ദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക. നല്ല സുഖമായി. നീ ഇങ്ങനെ കിടന്നുറങ്ങിക്കോ, ഒന്നും ആലോചിക്കണ്ട. വരാൻ പോകുന്ന ആപത്തിനെ തിരിച്ചറിയാത്ത മൂഢേ, നീ ഒന്ന് ആലോചിച്ചു നോക്കൂ. നീ ആ കൗസല്യയൊക്കെ പരിചരിച്ച് ഇങ്ങനെ കൂടുന്നതൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടോളുക. ഇനി അതൊക്കെ നടക്കുള്ളൂ. ഇനിയോ കൗസല്യാനന്ദനൻ തന്നെ ഭരതനും. ഇനി രാമനെ പാദസേവ ചെയ്യുക, അതായിരിക്കും ഭരതൻ ചെയ്യാൻ പോകുന്നത്. ഭരതനും സേവിച്ചുകൊണ്ടു പൊറുക്കെന്നതും വരും. ഭാവിക്കയും വേണ്ട രാജത്വമേതുമേ. ഇവിടെ ഒരു രാജാവിന് കിട്ടുന്ന അധികാരത്തിൻ്റെ ഒരംശം പോലും നിങ്ങൾ രണ്ടുപേരും പ്രതീക്ഷിക്കണ്ട. ഇത് മാത്രമല്ല, നാട്ടിൽ നിന്നാട്ടിക്കളകിലുമാം. ചിലപ്പോ രാമൻ രാജാവായ നീ ഈ പറയുന്ന നിർവൈരമാനസനും ശാന്തനും ഇതൊന്നും ആയിരിക്കില്ല രാമനെ നീ കാണാൻ പോകുന്നത്. ഒരു പക്ഷേ തനിക്ക് ഭാവിയിൽ ഒരു ഭീഷണിയായേക്കാം എന്നതുകൊണ്ട് ഭരതനെ നാട്ടിൽ നിന്നാട്ടിക്കളകിലുമാം. അതുപോലും സംഭവിക്കാം. അതിലും അപ്പുറം ഒരു വാട്ടം വരാതെ വധിച്ചിടുകിലുമാം. ഒരു കുറ്റബോധവുമില്ലാതെ, ഒരു പക്ഷെ ആരും അറിയാതെ ഭരതനെ ഇല്ലാതാക്കാനും രാമൻ മടിക്കില്ല. ഇതൊക്കെ കൂടാതെ ഭയപ്പെടുത്തുന്ന മറ്റൊന്ന്, സാപത്ന്യജാത പരാഭവം കൊണ്ടുള്ള താപവും. സപത്നി എന്നാൽ ഭർത്താവിൻ്റെ മറ്റു പത്നിമാർ. അപ്പോൾ ഇവിടെ കൗസല്യ രാജമാതാവാകും. നേരത്തെ പറഞ്ഞ പോലെ ലക്ഷ്മണനും അതിൻ്റെ എല്ലാ ആ ഒരു അധികാരവും കിട്ടും. അപ്പോൾ സുമിത്രയ്ക്കും പ്രശ്നമല്ല. പിന്നെ ഇവിടെ ഇപ്പോൾ ആരാണ് ദാസിയെപ്പോലെ? നീ, കൈകേയിയായിട്ടുള്ള നീ സാപത്ന്യജാതം, സപത്നിമാരിൽ നിന്നുണ്ടാകുന്ന പരാഭവം, പരാജയം. എന്തുകൊണ്ട്? ഇത്രയും കാലം കൈകേയിക്കായിരുന്നു മേൽക്കോയ്മ, രാജാവിന് ഇഷ്ടപ്പെട്ടവൾ എന്നർത്ഥത്തിൽ. ഇനി നോക്കിക്കോ, രാജാവിൻ്റെ സ്വഭാവവും മാറും. കാരണം രാമൻ രാജാവായി. ഇനി രാജാവിന് ആ ഒരു അന്തഃപുരത്തിൽ അല്ലെങ്കിൽ ആ ഒരു രാജസദസ്സിൽ രാമൻ്റെ അച്ഛൻ എന്നുള്ള ആ ഒരു രീതിയിൽ അങ്ങനെ അഭിമാനത്തോടെ നിൽക്കുമ്പോൾ അവിടെ രാജമാതാവായിട്ട് അടുത്ത് കൗസല്യയാണ്. ഇനി നിന്റെ കൂടെ കൊഞ്ചാനൊന്നും രാജാവ് വരാൻ പോകുന്നില്ല. അപ്പം നിന്നെ, അത് മാത്രമല്ല, ഇതുവരെ കൈകേയി തന്നെയാണ് രാജാവിന് പ്രിയം എന്നുള്ള അതിൻ്റെതായ ചില അഹങ്കാരമൊക്കെ കൗസല്യയോടും കാണിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്രതികാരം തീർക്കാതിരിക്കുമോ കൗസല്യ? അതുകൊണ്ട് അതാണ് പറഞ്ഞത്, സാപത്ന്യജാത പരാഭവം. നിന്നെ ഒന്ന് ഇടിച്ചു താഴ്ത്താൻ വേണ്ടി തക്കം പാർത്തിരിക്കുന്നവരാണ് കൗസല്യയും സുമിത്രയും. അപ്പം അവർ കിട്ടിയ അവസരം മുതലെടുക്കും. നീ അവരുടെ ദാസിയെപ്പോലെ ഇങ്ങനെ കഴിയുന്നതിലും ഭേദം, അതാണ് താപവും പൂണ്ട് ധരണിയിൽ വാഴുകയിൽ നല്ലു, അതിലും നല്ലത് മരണം, അതിനില്ല സംശയം. ഇനി നിനക്ക് ഞാൻ പറയുന്ന കാര്യത്തിൽ നിനക്ക് നല്ലതിനു വേണ്ടി ഞാൻ പറയുകയാണ്. ചൊല്ലുവൻ ഞാൻ തവ നല്ലത് കേൾക്ക നീ. നിനക്ക് നല്ലതിനു വേണ്ടി പറയുകയാണ്. ഉത്സാഹമുണ്ട് നിനക്കെങ്കിലിക്കാലം.
ഇക്കാലം, അതായത് നിനക്ക് സാമർഥ്യമുണ്ടെങ്കിൽ, ഉത്സാഹം എന്നതുകൊണ്ട് സാമർഥ്യം, നിനക്ക് നേടിയെടുക്കാനുള്ള സാമർഥ്യം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ വാക്ക് തരുന്നു, ത്വത്സുതൻ തന്നെ വാഴിക്കും നരവരൻ. ഒരു സംശയവും വേണ്ട, നിന്റെ മകൻ ഭരതൻ രാജാവായിരിക്കും. അതുമാത്രമല്ല, ഭരതന് ഒരു ശല്യമായിട്ട് രാമൻ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് രാമൻ 14 ആണ്ട് വർഷം കാനനവാസവും ഭൂമിപാലാജ്ഞയാ ചെയ്യുമാറാക്കണം. ഇതൊക്കെ നിന്റെ സാമർഥ്യം പോലെ നടക്കും, എനിക്കിത് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. നാടടക്കം ഭരതന്നു വരും അതിപ്രൗഢകീർത്തിയാ നിനക്കും വസിക്കാം ചിരം. മാത്രമല്ല, ഈ 14 വർഷം കൊണ്ട് രാമനെയൊക്കെ ആളങ്ങ് മറക്കും. അതുപോലെ ഭരതൻ വളരെ ഗംഭീരമായിട്ട് രാജ്യം ഭരിക്കുകയാണെങ്കിലോ നാടടക്കം ഭരതന് വരും. നാട് മുഴുവൻ പിന്നെ ഭരതനെ മാത്രമേ ഓർക്കുള്ളൂ. അപ്പോഴെന്താവുന്നു? അതിപ്രൗഢകീർത്തിയാ നിനക്കും വസിക്കാം. അപ്പൊ പിന്നെ നീ ആരാണ്? രാജമാതാ വേണമെന്നാകിൽ. ഇനി ഇതൊക്കെ എങ്ങനെയാ സാധിക്കാന്ന് ഒന്നും നിനക്കൊരാശയം തോന്നുന്നില്ലെങ്കിൽ അതിനൊരു ഉപായവും, പ്രാണസമേ, എനിക്ക് നീ പ്രാണന് തുല്യാണ്. നീ ദുഃഖിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രാണസമയെ തവ ചൊല്ലിത്തരുവൻ ഞാൻ പറഞ്ഞു തരാം. അതിനൊക്കെ എനിക്ക് ഉപായമുണ്ട്. മുന്നം പണ്ട് സുരാസുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം, ആ ഒരു സൗഹാർദ്ദത്തിൻ്റെ പേരിൽ മഹേന്ദ്രൻ അർത്ഥിക്കയാൽ ആ ദേവേന്ദ്രൻ പറഞ്ഞതനുസരിച്ച് മന്നവൻ ചാപബാണങ്ങളും കൈക്കൊണ്ട് തന്നെ സൈന്യസമം തേരിലേറിനാൻ നിന്നോടുകൂടവേ. അന്ന് ആ കാലത്ത് കല്യാണം കഴിഞ്ഞ ഉടനെയുള്ള സമയമായതുകൊണ്ട് നിന്നെയും കൊണ്ടുപോയി വിണ്ണിലകം പൊക്കൂ. അങ്ങനെ ആ സ്വർഗലോകത്തെത്തിയിട്ട് സന്നദ്ധനായി ചെന്ന് അസുരരോടേറ്റപ്പോൾ, അങ്ങനെ അസുരന്മാരോട് രാജാവ് യുദ്ധം ചെയ്യുന്ന സമയത്ത് ചിഹ്നമായി വന്നു രഥ അക്ഷകീലം. രഥത്തിൻ്റെ ആ ആണി ഇളകിപ്പോയി. പോരിൽ എന്നതറിഞ്ഞതുമില്ല ദശരഥൻ. എന്നാൽ ഇതൊന്നും ദശരഥൻ ശ്രദ്ധിക്കുന്നില്ല. അപ്പം ആ രഥത്തിൻ്റെ ചക്രം അങ്ങനെ ഇളകുന്നത് കണ്ടിട്ട് സത്വരം കീലരന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം, ഇത് കണ്ട നീ ധൈര്യസമേതം നിന്റെ കൈ എടുത്തിട്ട് ആ ആണിക്ക് പകരം നീ അവിടെ ഹസ്തദണ്ഡം, നിന്റെ കൈ സമാവേശ്യ അവിടെ വെച്ചിട്ട് ധൈര്യേണ, വളരെയധികം ധൈര്യത്തോടു കൂടെ നീ ചിത്രമത്രേ, വളരെ വിചിത്രമാണ്, പതി പ്രാണരക്ഷാർത്ഥമായി, ഭർത്താവിൻ്റെ പ്രാണരക്ഷാർത്ഥം നീ അങ്ങനെ ചെയ്തില്ലേ? യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും നീ ആ യുദ്ധം കഴിയുന്നതുവരെ ഒരിളക്കവും തട്ടാതെ അവിടെ നീ നിന്നതും നീ ഇതൊക്കെ എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് സംശയം വരുന്ന ഒരു കാര്യമാണ്. ഇത്രയും വേഗതയിൽ പോകുന്ന ഒരു തേരിൻ്റെ ആ ആണിക്ക് പകരം കൈ കൊണ്ടുവച്ചാൽ അത് ഇളകിപ്പോവില്ലേ? അത്രക്കൊക്കെ ഇരുമ്പ് കൊണ്ടല്ലല്ലോ കൈകേയിയുടെ കൈ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒന്ന്, ഒരു ആചാര്യൻ പറഞ്ഞത് കേട്ടതാണ്, കൈകേയി ഒരു സാധാരണ സ്ത്രീകളെ പോലെ അല്ലായിരുന്നു, എല്ലാ യുദ്ധമുറകളും പരിശീലിച്ചിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ക്ഷത്രിയ സ്ത്രീയുടെ ആ ഒരു ശൗര്യവും ഒപ്പം തന്നെ ആ കായബലവും, ഒരു ക്ഷത്രിയ പുരുഷന്മാർക്കുള്ളതുപോലെ ഒരു കായബലം കൈകേയിക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണത്രേ കൈകേയി സ്വന്തം രാജ്യത്ത് വളർന്നു വന്നത്. എല്ലാ യുദ്ധമുറകളും പഠിച്ചുകൊണ്ടാണത്രേ വളർന്നത്. ഇങ്ങനെ ഒരു ആചാര്യൻ പറഞ്ഞ് കേട്ടതാണ്. ഒപ്പം മറ്റൊരു കാര്യം പാതിവൃത്യത്തിൻ്റെ ശക്തിയാണ്. പാതിവൃത്യത്തിന് അപാരമായ ശക്തിയുണ്ട്. ഇവിടെ കൈകേയിയുടെ ആ ഒരു ഉദ്ദേശം തൻ്റെ ഭർത്താവിൻ്റെ പ്രാണൻ രക്ഷിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു അപാരമായ ശക്തി, അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ മനസ്സിന് ബലം കൂടുമ്പോൾ ശരീരത്തിന് വല്ലാത്തൊരു ബലം വരും. അപ്പം അങ്ങനെ ഒരു ശക്തി കൂടെ കൈകേയിലേക്ക് അങ്ങോട്ട് ആവേശിച്ചിട്ടുണ്ടാവണം. അതായിരിക്കാം ഇങ്ങനെയൊരു കൈ അവിടെ വച്ചിട്ടും അതങ്ങനെ അങ്ങ്
സ്വാഭാവികമായി നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ അത് ഒട്ടും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തൊരു കാര്യമാണ്. പക്ഷെ ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് നോക്കിയാൽ അവിടെ കൈ മുറിയാതെ, എന്തായാലും ചെറിയ പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്, എന്നാൽ പോലും കൈ മുറിയാതെ കൈകേയി രക്ഷപ്പെടാൻ കാരണം ഈ രണ്ട് കാരണങ്ങളാണെന്ന് നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാം. പിന്നെ കഥയാണ്, നമുക്ക് ഒരുപാട് അങ്ങ് ചോദ്യം ചെയ്താൽ നമുക്ക് എവിടെയും ഉത്തരം കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നീ ചെയ്തു. ഇങ്ങനെ ശത്രുക്കളെ വധം ചെയ്ത് പൃഥ്വീന്ദ്രനും യുദ്ധനിവൃത്തനായൊരു ദശാന്തരെ. അപ്പോൾ രാജാവ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത് യുദ്ധനിവൃത്തനായതിനു ശേഷമാണ്, എല്ലാം കഴിഞ്ഞതിന് ശേഷം. ആ സമയത്താണ് ചോര ഒലിപ്പിച്ച് കൈ ഇങ്ങനെ ചോര ഒലിപ്പിച്ച് നിൽക്കുന്നത് കണ്ട്, നിൻ തൊഴിൽ കണ്ട്, നീ ചെയ്ത ആ പുണ്യപ്രവൃത്തി കണ്ട് അതിസന്തോഷം ഉൾക്കൊണ്ട് ചെന്തളിർമേനി പുണർന്നുടൻ പുഞ്ചിരി പൂണ്ട് പറഞ്ഞിതു ഭൂപനും. സന്തോഷാധിക്യം. അല്ലെങ്കിലേ കൈകേയി അത്രയും പ്രാണപ്രിയയാണ്. അതിൻ്റെ കൂടെ തൻ്റെ പ്രാണനെ രക്ഷിച്ചു എന്നറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഭർത്താവിൻ്റെ സന്തോഷം, ആ സന്തോഷ അതിരേകത്താലാണ് നിൻ ചരിതം നന്നു നിരൂപിച്ചാൽ നീ ഇപ്പോൾ ചെയ്തത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് 2 വരം തരാം, നീ എന്നെ രക്ഷിച്ചുകൊണ്ട്, അതുമൂലം നീ എന്നെ രക്ഷിച്ചു, അതുകൊണ്ട് നിനക്ക് ഞാൻ 2 വരം തരാം. വരിച്ചുകൊണ്ടാലും നീ അത് സ്വീകരിച്ചു കൊള്ളുക. ഭർതൃവാക്യം കേട്ട് നീയും അന്നേരത്ത് ചിത്തസമ്മോദം കലർന്ന് ചൊന്നിയിടിനാൾ. അപ്പം ആ സമയത്തുള്ള നിന്റെ ആ സന്തോഷാധിക്യം കൊണ്ട്, കാരണം ഭർത്താവിൻ്റെ അനുമോദനം തന്നെയായിരുന്നു ആ സമയത്ത് നിനക്ക് വലുത്, ഭർത്താവിൻ്റെ പ്രാണൻ രക്ഷിക്കാൻ പറ്റിയതിലുള്ള ആ ഒരു ചാരിതാർത്ഥ്യവും, ആ ഒരു സന്തോഷാധിക്യം കൊണ്ട് നീ ദത്തമായൊരു വരദ്വയം, നിനക്ക് കിട്ടിയ ആ 2 വരം സാദരം ന്യസ്തം ഭവതി മയാ എന്ന് പറഞ്ഞു. അതായത് ന്യസ്തം എന്നാൽ അങ്ങയിൽ തന്നെ വെച്ചുകൊള്ളുക, എന്നാൽ വേണ്ട എന്നും പറഞ്ഞിട്ടില്ല. ന്യസ്തം അവിടെ അങ്ങനെ ഡെപ്പോസിറ്റ് പോലെ അവിടെ വെച്ചിരിക്കുന്നു. മയാ എന്നാൽ ഞാനിതാ അങ്ങയിൽ തന്നെ അത് വെച്ചിരിക്കുന്നു, അങ്ങനെ എന്താണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു നൃപതീശ്വര എന്ന് നീ അന്ന് രാജാവിനോട് പറഞ്ഞു. ഒപ്പം അതും പൂർണ്ണമായും ഉപേക്ഷിച്ചിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഞാൻ ഒരവസരത്തിങ്കൽ അപേക്ഷിച്ചാൽ, ഞാൻ ഇനി എപ്പോഴെങ്കിലും ഈ വരം വേണം എന്ന് പറഞ്ഞാൽ ഊനം വരാതെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് തരികെന്നതേ വേണ്ടൂ, അങ്ങെനിക്ക് തന്നാൽ മതി, ഇപ്പോഴെനിക്കൊന്നും ആവശ്യമില്ല, എൻ്റെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്ന് അപേക്ഷിച്ചു കൊള്ളണം മടിയാതെ. അപ്പോൾ ഇവിടെ മന്ധര ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ്, നീ ഇതൊക്കെ മറന്നു പോയോ കൈകേയി? അന്ന് നീ ആ പറഞ്ഞ 2 വരം ഞാൻ എന്നെങ്കിലും ചോദിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ ആ വരം ഇന്ന് നീ ചോദിക്കുക. അപ്പോൾ ആർക്കെങ്കിലും വാഗ്ദാനമൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൊടുക്കുമ്പോൾ അപ്പോൾ തന്നെ വാങ്ങിക്കുമെങ്കിൽ മാത്രമേ കൊടുക്കാവൂ, അല്ലെങ്കിൽ അവിടെ വെച്ചേക്ക് ഞാൻ പിന്നെ വാങ്ങിച്ചോളാം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്താ ചോദിക്കുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വാഗ്ദാനമൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു കൊടുക്കുക. ഇത് നമുക്കൊക്കെ ഉള്ളൊരു പാഠമാണ്. അപ്പോൾ ഇവിടെ മന്ധര പറയുകയാണ്, ഞാനും മറന്നു കിടന്നിതു മുന്നമേ, സത്യത്തിൽ ഞാനും ഇതൊക്കെ മറന്നുപോയിരുന്നു, പക്ഷേ മാനസേ തോന്നി വളരെ ബലാത്കാരമായി, നമ്മൾ പറയില്ലേ ഒരു എൻ്റെ മനസ്സിലിരുന്ന് അതങ്ങനെ ശക്തിയായിട്ട് തോന്നിപ്പിച്ചു. അങ്ങനെ ബലാൽ, എന്തുകൊണ്ട്? ഈശ്വരാജ്ഞയ, തീർച്ചയായും ഇതൊരു അനുഗ്രഹമാണ് അവരെ സംബന്ധിച്ച്, മന്ധരയെ സംബന്ധിച്ച് ഇത് വീണ് കിട്ടിയ ഒരു അനുഗ്രഹമാണ്. ഇത് ഞാൻ മറന്നുപോയിരുന്നു, ഇപ്പോഴെനിക്കെന്തോ ആ ദൈവാനുഗ്രഹം കൊണ്ട് ഞാനിപ്പോൾ ഓർത്തു. ഇനി എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്, ധീരതയോടിനി നിന്റെ മനസ്സിളകിപ്പോവരുത്. കാരണം കൈകേയി യഥാർത്ഥത്തിൽ ആളൊരു ശുദ്ധയാണ്, അതുകൊണ്ടാണ് മന്ധര ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ പറയാറുണ്ട്, ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുമെന്ന്. അപ്പം ഈ ഒരുപാടങ്ങ് ശുദ്ധത കൂടിപ്പോയാലും
ശുദ്ധത മാത്രം പോരാ, നമുക്ക് ആ മനസ്സിന് ബലം വേണം. നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് നമുക്കൊരു ഉറപ്പ് വേണം. അല്ലാതെ മറ്റുള്ളവർ പറയുമ്പോൾ ഇങ്ങനെ ആടിക്കളിക്കുന്ന മനസ്സ് എപ്പോഴും അത് പലർക്കും അത് അപകടത്തിനാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ശുദ്ധത്തരം, ഒരു മണ്ടനാകുന്ന ശുദ്ധത്തരം അത് നല്ലതിനല്ല. നമ്മൾ വിവേകത്തോടെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ചെയ്യാൻ സാധിക്കണം. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഇളകിപ്പോവരുത്. അപ്പം ഇവിടെ ആ ശുദ്ധത്തരമാണ് കൈകേയിയെ പിന്നീട് ഒരു വില്ലത്തിയാക്കി മാറ്റിയത്. അങ്ങനെ ധീരതയോടിനി ക്ഷിപ്രം ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ക്രോധാകാരം. അപ്പോൾ ദേഷ്യം പിടിച്ചാൽ പോയി കിടക്കാൻ ഒരു മുറിയൊക്കെ ഉണ്ട്, അതാണ് ക്രോധാകാരം. അങ്ങനെയുള്ള ആ മുറിയിൽ പ്രവിശ്യ പോയിട്ട് കോപേന കിടക്ക നീ ആകെ കോപം പൂണ്ട്, കാണുമ്പോൾ തന്നെ മനസ്സിലാകണം അത്രയും ദേഷ്യത്തിലാണ് നീന്ന്. ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞ് അതിശോഭ പൂണ്ടൊരു കാർക്കൂന്തൽ, നിന്റെ ആ സുന്ദരമായ മുടിയൊക്കെ അഴിച്ചിട്ട് പൂമേനിയും, നിന്റെ സുന്ദരമായ പൂമേനി പൊടി കൊണ്ടണിഞ്ഞ് നിലത്ത് കിടക്കണം, വെറും നിലത്ത് അങ്ങോട്ട് കിടന്നേക്കണം. ഭൂമിയിൽ തന്നെ മലിനാംബരത്തോടും, നല്ല വസ്ത്രമൊന്നും ഇട്ട് പോവരുത്. നീരാലെ മുഖവും മിഴികളും നന്നായി നനച്ച് കരഞ്ഞുകൊണ്ടർത്ഥിച്ചുകൊള്ളുക വരദ്വയം. കരഞ്ഞുകൊണ്ട് പറഞ്ഞോളണം. രാജാവിന് കൈകേയി ഒന്ന് മുഖം വാടിയാൽ തന്നെ രാജാവ് പോയി കഴിഞ്ഞു. അപ്പോൾ പിന്നെ കരഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? അത് മാത്രമല്ല, വളരെ ബുദ്ധിപരമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. വരദ്വയം അർത്ഥിച്ചു കൊള്ളുക എപ്പോൾ? ഭൂപതി സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം. ആദ്യം തന്നെ കയറി ആ വരങ്ങൾ പറയരുത്, ചോദിക്കരുത്. അപ്പം ചിലപ്പം ഭൂപതി രാജാവ് മെല്ലെ ഒന്ന് ഇളകിപ്പോയെന്നൊക്കെ വരാം. അതുകൊണ്ട് ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഞാനൊരു കാര്യം പറയാം, എനിക്കത് സാധിച്ചു തരുമെന്ന് സത്യം ചെയ്യണം എന്ന് രാജാവിനെ കൊണ്ട് ആദ്യം സത്യം ചെയ്ത് വാങ്ങിക്കണം. എന്നിട്ട് മാനസം ഉറപ്പിച്ച്, അപ്പോഴും നിന്റെ മനസ്സ് ഇടറിപ്പോവരുത്. കാരണം ഇവിടെ പറഞ്ഞു കഴിഞ്ഞതാണ് രാമൻ പാവമാണെന്നൊക്കെ, അതൊന്നും അങ്ങനെ വരരുത്. അപ്പം നിന്റെ മനസ്സിൻ്റെ ഈ ഒരു കാഠിന്യം അത് വിടാതെ നോക്കുകയും വേണം. അങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചിട്ട് പിന്നീട് അർത്ഥിച്ചുകൊള്ളുക വരദ്വയം. ആദ്യം ഈ സത്യം അങ്ങോട്ട് വാങ്ങി വെക്കണം, എന്നിട്ടേ വരദ്വയം പറയാൻ പാടുള്ളൂ, ആ 2 വരം ചോദിക്കാൻ പാടുള്ളൂ. ഇതൊക്കെ കേട്ടപ്പോൾ കൈകേയിയുടെ മനസ്സങ്ങ് തിരിഞ്ഞു. കാരണം എന്തൊക്കെ പറഞ്ഞാലും മറ്റൊരാളിൻ്റെ ദാസിയാവുക, കാരണം ഇത്രയും നാളും രാജാവിന് പ്രിയപ്പെട്ടവളായിട്ട് അങ്ങനെ അങ്ങോട്ട് വിലസി നടന്നതാണ്. അപ്പോൾ ഇനി പെട്ടെന്ന്, അതുവരെ അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല, പക്ഷെ മന്ധര പറഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ടല്ലോ എന്ന് കൈകേയിക്കും തോന്നിത്തുടങ്ങി. അങ്ങനെ മന്ധര ചൊന്ന പോലെ അതിനേതുമൊരന്തരം കൂടാതെ ചെന്നു കൈകേയും. പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഇതങ്ങോട്ട് മനസ്സ് കയറിയപ്പോൾ പിന്നെ ആലോചനയൊക്കെ പോയി. ആലോചന പോയാൽ ബുദ്ധി കെടും, ബുദ്ധി കെട്ടാൽ സർവനാശമാണ്. എന്നിട്ട് പഥ്യം ഇതൊക്കെ തനിക്കെന്ന് മന്ധര പറഞ്ഞതാണ് എനിക്ക് പഥ്യം, ഇതാണ് എനിക്ക് വേണ്ടത്, ഇതെൻ്റെ ഹിതം, ഇതാണ് മന്ധര പറഞ്ഞത്, മന്ധര പറഞ്ഞതാണ് എനിക്ക് ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് കൽപ്പിച്ച് ചിത്തമോഹേന, ആകെ വ്യാമോഹിതയായ മനസ്സോടുകൂടി കോപാലയെ മേവിനാൾ. കൈകേയി മന്ധരയോട് ചൊന്നാൾ. കൈകേയി മന്ധരയോട് പറയുകയാണ്, ഇനി രാഘവൻ കാനനത്തിന് പോവോളവും, ഉറപ്പിച്ച് പറയുകയാണ്, രാമൻ കാനനത്തിന് പോകുന്നിടം വരെ ഞാൻ ഇവിടെ കിടന്നിടുവൻ അല്ലായെങ്കിൽ, ഇനി രാജാവ് എന്തെങ്കിലും ഒരിളക്കം പറയുകയാണെങ്കിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം. ഒരു സംശയവും വേണ്ട, ഞാൻ എൻ്റെ ജീവനെ കളഞ്ഞിടും. ഭൂപരിത്രാണാർത്ഥം ഇന്ന് ഭരതന്. അപ്പോൾ മന്ധരയോട് പറയുകയാണ്, നീ പറഞ്ഞതുപോലെയൊക്കെയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഭൂമിയെ പരിത്രാണം, രക്ഷിക്കാൻ വേണ്ടി ഇന്ന് തന്നെ, ഇന്നാണ് ഇനി രാമന് അഭിഷേകം ചെയ്യേണ്ടത്, ഇന്നാണ്. അപ്പം ഇന്ന് ഭരതന്
ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ, ഭരതന് ഭൂപതി അഭിഷേകം ചെയ്യാൻ പോവുകയാണെങ്കിൽ ഞാൻ വേറെ നിനക്ക് ഭോഗാർത്ഥമായി നൽകുവൻ 100 ദേശങ്ങൾ അതിനില്ല സംശയം. അപ്പൊ മന്ധരക്ക് കൊടുക്കുന്ന വാക്കാണ് കൈകേയി. ഞാൻ ഈ പറഞ്ഞത് പ്രകാരം ഭരതനെ രാജാവാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും മന്ധരെ നിനക്ക് ഞാൻ വേറെ 100 ദേശങ്ങൾ, ഗ്രാമങ്ങൾ തരാം. ഏതും ഇതിനൊരിളക്കം വരായെങ്കിൽ നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം. അപ്പൊ മന്ധര പറഞ്ഞു, എനിക്ക് ഉറപ്പുണ്ട് ഇത് നടക്കുമെന്ന്, നിന്റെ മനസ്സിളകി പോവാതിരുന്നാ മതി. അതാണ് ഏതും ഇതിന് ഒരു ഇളക്കം വരായി, നിന്റെ മനസ്സിന് ഒരു തരി പോലും ഇളകാൻ പാടില്ല, കഠിനമാക്കി വെച്ചോളാം. എന്നിട്ട് ചേതസി ചിന്തിച്ച കാര്യം വരും, ഒരു സംശയവും വേണ്ട. കാരണം രാജാവിന് ഇവർക്കറിയാലോ, കൈകേയിയുടെ ഒന്ന് മുഖം വാടിയാൽ തന്നെ രാജാവ് ആകെ വിഷമത്തിലാകും. അപ്പോൾ കരഞ്ഞുകൊണ്ട് കാര്യം പറഞ്ഞാൽ തീർച്ചയായും രാജാവിന് അത് സാധിപ്പിച്ചേ അടങ്ങുള്ളൂ. അങ്ങനെ ആ രീതിയിലാണല്ലോ അവരുടെ ബന്ധം എന്ന് പറഞ്ഞ് പോയിടിനാൾ മന്ധര. പിന്നെ ഔവണ്ണം അനുഷ്ഠിച്ചു രാജ്ഞിയും. മന്ധര പറഞ്ഞതുപോലെ അങ്ങോട്ട് അനുഷ്ഠിച്ചു. അപ്പൊ ഇനി എഴുത്തച്ഛൻ്റെ ഒരു വലിയൊരു ഉപദേശമാണ്, ധീരനായി ഏറ്റം ദയാന്വിതനായി. നിങ്ങൾ ഒരു ധീരനായിരിക്കാം, ദയാന്വിതനായിരിക്കാം, ഗുണാചാര സംയുക്തനായി, നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും ഉണ്ടായിരിക്കാം, നീതിജ്ഞനായി, എല്ലാ നീതിയോടും കൂടെ ന്യായവും നീതിയും ഒക്കെ ഉള്ള ആളായിരിക്കാം, നിജദേശിക വാക്യസ്ഥിതനായി. ദേശിക എന്ന് വെച്ചാൽ ഗുരു, യഥാർത്ഥ ഗുരു എന്നതിനേക്കാളും നമുക്ക് ഇടക്കൊക്കെ വഴികാട്ടിയായി വരുന്ന ചില ഗുരുക്കന്മാരുണ്ട്, അവരെയാണ് ദേശിക ഗുരു എന്ന് പറയുന്നത്. അപ്പൊ അവരൊക്കെ പറയുന്ന വാക്ക് കേട്ടിട്ട് വാക്യസ്ഥിതനായി, സുശീലനായി, വളരെ നല്ല സ്വഭാവത്തോടെ, ആശയശുദ്ധനായി, നമുക്കൊരാശയമുണ്ടെങ്കിൽ അതിൽ തന്നെ ദൃഢതയോടെ പ്രവർത്തിക്കുന്നവർ, അതിൽ നിന്ന് ഇളകാത്തവർ, വിദ്യാനിരതനായി, നല്ല അറിവുള്ളവർ, ഇങ്ങനെയൊക്കെ ശിഷ്ടനായുള്ളവൻ എന്നങ്ങിരിക്കലും, ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു സുഹൃത്ത് മതി. ഇങ്ങനെ ഒരാൾ ദുഷ്ടസംഗം കൊണ്ട് ഇത്തരത്തിലുള്ള ദൂഷണം, വിഷം പുരട്ടിയ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നാൽ കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം. നിങ്ങൾ സജ്ജനങ്ങളൊക്കെ നിന്ദിക്കുന്ന ഒരാളായി മാറിപ്പോകും. അതുകൊണ്ട് ദുർജന സംസർഗമേറ്റ മകലവേ വർജിക്ക വേണം. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഇത്തരത്തിൽ വിഷവാക്കുകൾ പുരട്ടുന്ന ആളുകളെ, അത് നിങ്ങൾക്ക് എത്ര അടുപ്പമുള്ളവരാണെങ്കിലും ബന്ധുവാണെങ്കിലും ശരി, അകറ്റി തന്നെ നിർത്തണം. പ്രയത്നേന, ഒട്ടും എളുപ്പമല്ല. കാരണം നമുക്കൊരു പക്ഷെ അങ്ങനെ അങ്ങ് അറുത്ത് മുറിക്കാൻ പറ്റാത്ത ബന്ധമൊക്കെ ആയിരിക്കാം ആൾ. പക്ഷെ ബുദ്ധിപരമായിട്ട് പ്രയത്നേന ഇങ്ങനെ ചെയ്യണം. സത്പുമാൻ, നിങ്ങളൊരു സജ്ജനമാണെങ്കിൽ, പ്രത്യേകിച്ച് ആത്മീയതയിലൊക്കെ പോകുന്ന ആളുകൾ, മനസ്സിനെ ഇങ്ങനെയുള്ള, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മളെ ദുഷിപ്പിക്കുന്ന ഒന്നാണ് പരദൂഷണം. അത് പറയുന്നത് മാത്രമല്ല, കേൾക്കുന്നത് പോലും നമ്മളെ ദുഷിപ്പിക്കും. അപ്പോൾ കേൾക്കുന്നതിനെ അവരെ പറയുന്നതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ കേൾക്കാതിരിക്കണം, അതേ നിവൃത്തിയുള്ളൂ. അല്ലാതെ അവർ പറയട്ടെ, ഞാൻ പറയാതിരുന്നാൽ പോരെ എന്നൊന്നും ചിന്തിക്കരുത്. അവർ പറയുന്നതും പ്രോത്സാഹിപ്പിക്കരുത്, നമ്മളായിട്ട് പറയുകയും ചെയ്യരുത്. കാരണം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുകയാണ് ആത്മീയത. അപ്പോൾ ഈ ആന കുളിച്ചു കഴിഞ്ഞാൽ വീണ്ടും മണ്ണ് വാരി ശരീരത്തിൽ എറിയും എന്ന് കേൾക്കാറുണ്ട്. അപ്പൊ ഇതുപോലെ ആവരുത്. ആ ഒരു ആത്മീയതയിലുള്ള ആ ഒരു സാധനയൊക്കെ അനുഷ്ഠിച്ചിരിക്കുന്ന നമ്മൾ, അങ്ങനെയുള്ള ആളുകൾ വീണ്ടും ഇങ്ങനെ ഈ നാട്ടിൽ നടക്കുന്ന പരദൂഷണങ്ങളിലൊന്നും പറഞ്ഞ് നേരം കളയരുത്. അത് നമ്മളെ ദുഷിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. അപ്പം അത് മനസ്സിലെപ്പോഴും ഓർത്തു വയ്ക്കണം. ഇത് എഴുത്തച്ഛൻ നമുക്ക് വളരെ സുന്ദരമായിട്ടുള്ള ഒരു ഉപദേശമാണ്. അതിനൊരു ഉദാഹരണം പറയുകയാണ്. കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. കജ്ജളം എന്നത് അഞ്ജനം എന്നാണ് അർത്ഥം.
കൺമഷി, നല്ല ഔഷധക്കൂട്ടുള്ള കൺമഷി. അപ്പോൾ അതിനെ കൺമഷി എന്നും എടുക്കാം. അതല്ലെങ്കിൽ കുറേ നാളിങ്ങനെ നമ്മൾ അഴുക്ക് പറ്റി നമ്മുടെ ശരീരത്തിൽ തന്നെ അണിഞ്ഞ സ്വർണം ഇടയ്ക്കിടെ ഒന്ന് കഴുകി വൃത്തിയാക്കണം, അല്ലെങ്കിൽ അതാകെ അഴുക്ക് പുരണ്ടും കാണാൻ തന്നെ ഭംഗിയുണ്ടാകില്ല. അപ്പോൾ അങ്ങനെ അഴുക്ക് പുരണ്ടു കഴിഞ്ഞാൽ സ്വർണം പോലും നിഷ്പ്രഭമാണ്, അതിൻ്റെ ആ ഒരു പ്രഭയൊക്കെ മങ്ങിപ്പോകും. ഇതേപോലെ മാത്രമല്ല, മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നല്ല ശുദ്ധമായ വെള്ളം, പാല്, ഇവയിലൊക്കെ ഒരു തുള്ളി വിഷം മതി, അത് ഉപയോഗശൂന്യമായി പോകും. അതുകൊണ്ട് ദുർജന സംസർഗം, സജ്ജനങ്ങളുമായി സംഘം കിട്ടിയില്ലെങ്കിൽ പോലും പ്രശ്നമില്ല, ദുർജന സംസർഗം അതൊരു വിധത്തിലും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. അതിന് ദുർജനം എന്നതുകൊണ്ട് ഭയങ്കര കള്ളൻ അല്ലെങ്കിൽ കൊലപാതകി അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. വാക്കുകൾ കൊണ്ട് ഈ വെറുതെ ആളുകളെ കുറ്റപ്പെടുത്തുക, പിന്നെ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുക, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കണം. അത് നമ്മളെയും ബാധിക്കും. അത് കാലക്രമേണയാണ് ബാധിക്കുക, അത് പെട്ടെന്നൊന്നുമല്ല. ഇത് എന്താണ്, സ്ലോ പോയിസൺ പോലെയാണ്. അതുകൊണ്ട് അത് തീർച്ചയായും വർജിക്കണം, അത് ഉപേക്ഷിക്കുക തന്നെ വേണമെന്ന് എഴുത്തച്ഛൻ നമ്മെ ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മെ ഉപദേശിക്കുകയാണ്. ഇനി തുടരാം. എങ്കിലോ രാജാ ദശരഥനാദരാൽ പങ്കജനേത്ര അഭ്യുദയം, പങ്കജനേത്രനായിട്ടുള്ള താമരക്കണ്ണനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ്റെ അഭ്യുദയം, ഉയർച്ച, വരാനിരിക്കുന്ന ആ ഒരു നാളുകളിൽ ഒന്നിനും ഒരു കുറവും വരരുത് എന്ന ആ ഒരു ഉദ്ദേശത്തോടെ അഭ്യുദയം നിമിത്തമായി മന്ത്രിപ്രഭൃതികളോടും എല്ലാം വേണ്ട വിധത്തിൽ ചെയ്യാൻ മന്ത്രിമാരോടൊക്കെ പറഞ്ഞുകൊണ്ട് അന്തഃപുരം അകം പുക്കരുളിയിടിനാൻ. നേരെ അന്തഃപുരത്തിൽ വന്നു. എന്നാൽ അന്നേരം ആത്മപ്രിയതമയാകിയ തന്നെ പത്നിയെ കാണായിക കാരണം, എന്നും അന്തഃപുരത്തിലിരിക്കുന്ന കൈകേയിയെ കാണാതെ എത്രയും വിഹ്വലനായൊരു ഭൂപനും ചിത്തതാരിങ്കൽ തൻ്റെ ഉള്ളിൽ നിരൂപിച്ചിതീദൃശം ആലോചിക്കുകയാണ്. മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധൗ, സാധാരണ ആ അന്തഃപുരത്തിൽ ഞാൻ എത്തുമ്പോഴേക്കും മന്ദസ്മിതം ചെയ്ത് അരികെ വരും പുരാ, എപ്പോഴും ഞാൻ വരുമ്പോഴേക്കും അവിടെ കാത്തു നിൽക്കാറുണ്ടായിരുന്നല്ലോ. സുന്ദരിയാം അവൾ ഇന്നെങ്ങു പോയിനാൾ, ആ സുന്ദരിയായിട്ടുള്ള കൈകേയി ഇന്ന് എവിടെ പോയി? അവളെ കാണാതെ മന്ദമാകുന്നിതുന്മേഷം എൻ മാനസേ, ആകെ ഒരു ഉന്മേഷത്തിലാണ് വന്നത്. രാമാഭിഷേകം നടക്കുന്നതിൻ്റെ ആ ഒരു ആവേശം അത് കൈകേയിയെ അറിയിക്കാനൊക്കെയാണ് വന്നത്. പക്ഷേ ആ ഉന്മേഷമൊക്കെ മന്ദമാകുന്നു, ആകെ അത് ഇല്ലാതായി പോവുകയാണല്ലോ എൻ മാനസേ, എൻ്റെ മനസ്സിൽ നിന്ന്. അപ്പോൾ അവിടെ ദാസികളെ കണ്ടു. ചൊല്ലുവിൻ ദാസികളെ, ഭവത് സ്വാമിനി, നിങ്ങളുടെ സ്വാമിനിയായിട്ടുള്ള കല്യാണഗാത്രി, ആ സുന്ദരഗാത്രി മറ്റെങ്ങു പോയിടിനാൾ, ഇവിടെയല്ലാതെ വേറെ എവിടെയാ പോയത്? ഏവം നരപതി ചോദിച്ച നേരത്ത് ദേവിതൻ ആളികൾ തോഴിമാർ അവർ ഇങ്ങനെ പറഞ്ഞിടിനാർ. ക്രോധാലയം പ്രവേശിച്ചതിന്മൂലം, ക്രോധാലയത്തിലേക്ക് പോകുന്ന കണ്ടു. പക്ഷേ അതിന്മൂലം എന്തുകൊണ്ടാണ് ക്രോധാലയത്തിൽ പോയത് എന്ന് ഏതും അറിഞ്ഞില്ല ഞങ്ങളോ മന്നവ, ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. തത്രഗത്വ, അവിടെ പോയിട്ട് നിന്തിരുവടി അങ്ങ് തന്നെ ദേവിതൻ ചിത്തം അനുസരിച്ചിടുക, എന്താണ് ദേവിയുടെ മനസ്സിലെന്ന് അറിയുക വൈകാതെ എന്നതു കേട്ടു ഭയേന മഹീപതി ചെന്നങ്ങരികത്തിരുന്നു സസംഭ്രമം. വേഗം ചെന്നിട്ട് പോയി മന്ദമന്ദം തലോടി ചോദിച്ചു, പ്രിയേ സുന്ദരി, ചൊല്ലെന്തിതു വല്ലഭേ, എന്താ പറ്റിയ നിനക്ക്? നാഥേ, വെറും നിലത്തുള്ള പൊടിയണിഞ്ഞ് ആതങ്കമോട് ആകെ വിഷമിച്ചിട്ട് കിടക്കുന്നതെന്തു നീ?
ചേതോ വിമോഹന രൂപേ, കാണുന്നവർക്ക് അത്രയും മോഹനം, സുന്ദരിയായിട്ടുള്ള അല്ലയോ സുന്ദരി, ഗുണശീലെ, എല്ലാ സദ്ഗുണത്തിനും അധിഷ്ഠാനമായിട്ടുള്ളവളെ, അധിഷ്ഠാനമായിട്ടുള്ള അല്ലയോ ഗുണശീലെ, ഖേദമുണ്ടായതെന്തെന്നോട് ചൊല്ലുകടോ, എന്താ നിന്റെ ഈ വിഷമത്തിന് കാരണം പറയൂ. എന്നിട്ട് പറയുകയാണ്, മത് പ്രജാവൃന്ദമായുള്ളവരാരുമേ, എന്തായാലും എൻ്റെ ഒരു വിശ്വാസം നമ്മുടെ ഈ കൂട്ടത്തിലുള്ള ആരും വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കെടോ. വിപ്രിയമായിട്ടുള്ളത്, അപ്രിയമായിട്ടുള്ളത് നിനക്ക് ചെയ്യില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി ഒരു പക്ഷേ ഞാൻ അറിയാതെ നാരികളോ ഏതെങ്കിലും സ്ത്രീയോ നരന്മാരോ ഏതെങ്കിലും പുരുഷന്മാരോ ഭവതിയോട് ആരൊരു വിപ്രിയം ചെയ്തതു വല്ലഭേ, ആരാണ് ഭവതിക്ക് അപ്രിയമായിട്ടുള്ളത് ചെയ്തത്? ദണ്ഡ്യനെന്നാകിലും വധ്യനെന്നാകിലും, അങ്ങനെ ഒരാൾ ഒരു പക്ഷേ ഏതെങ്കിലും രീതിയിൽ ശിക്ഷിക്കപ്പെടണം എന്നാണെങ്കിലും വധിക്കപ്പെടണം എന്നാകിലും ദണ്ഡം എനിക്കതിനില്ല നിരൂപിച്ചാൽ നിനക്കു വേണ്ടി എനിക്ക് യാതൊരു വിഷമവുമില്ല. അങ്ങനെയുള്ള ഒരാളെ ഞാൻ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ വധിക്കുകയോ ചെയ്യും. ഇനി ഒരു പക്ഷേ നിനക്കിഷ്ടമുള്ള ആരെങ്കിലും അവരുടെ അവസ്ഥ കണ്ടിട്ടാണ് നീ ഇങ്ങനെ ദുഃഖിക്കുന്നതെങ്കിൽ, അതാണ് പറയുന്നത്, നിർധനൻ എത്രയും ഇഷ്ടൻ, നിനക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും നിർധനനാണ് എങ്കിൽ, നിനക്കെങ്കിൽ ഇഷ്ടൻ നിനക്കെങ്കിൽ അർത്ഥവതിയാക്കി വയ്പ്പൻ അവനെ ഞാൻ ധനികനാക്കാം. ഇനി ഒരു പക്ഷേ ഏതെങ്കിലും ഒരാളുടെ ദാരിദ്ര്യാവസ്ഥ കണ്ടിട്ടാണ് നിനക്ക് ഈ വിഷമമെങ്കിൽ അവനെ ഞാൻ ധനികനാക്കാം. ഇനിയോ അർത്ഥവാനേറ്റം അനിഷ്ടൻ നിനക്കെങ്കിൽ, അതേസമയം ഏതെങ്കിലും ധനികനായിട്ടുള്ള ആളാണ് നിനക്ക് അപ്രിയം ചെയ്തതെങ്കിൽ നിർധനനാക്കുവേനെന്നും അവനെ ഞാൻ, അവൻ്റെ എല്ലാ ധനവും ഇല്ലാതാക്കി അവനെ ദാരിദ്ര്യത്തിലേക്ക് അയക്കാനും എനിക്കൊരു മടിയുമില്ല. ഇനി വധ്യനെ, ഒരു പക്ഷെ വധിക്കാൻ നിശ്ചയിച്ചവനെ, അവനോടുള്ള നിനക്ക് എന്തെങ്കിലും ഒരു അങ്ങനെ ഒരാളെ വധിക്കണ്ട, അങ്ങനെ ആരോടെങ്കിലും സഹതാപമുണ്ടെങ്കിൽ നൂനം അവധ്യനാക്കിയിടുവൻ, അവനെ ഞാൻ കൊല്ലാതെ വിടാം. അതേസമയം ഏതെങ്കിലും അവധ്യനെ, അതായത് കൊല്ലാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, പക്ഷെ എന്തെങ്കിലും കാരണം കൊണ്ട് നിനക്ക് അപ്രിയം ചെയ്തിട്ടുണ്ടെങ്കിൽ വധ്യനാക്കിയിടാം, ഞാൻ അവനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടും ചെയ്യാം വേണ്ടുകിൽ അങ്ങനെയും ഞാൻ ചെയ്യാം. ഇനി എന്തായാലും ഇതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പറയാണ്, നൂനം നിനക്കധീനം മമ ജീവനം, എൻ്റെ ജീവൻ നിനക്ക് അധീനമാണ്, നിന്നിൽ ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി പറയൂ മാനിനി, ഖേദിപ്പതിനെന്ത് കാരണം? ഇനിയെങ്കിലും പറയൂ, ഞാൻ ഇത്രയും പറഞ്ഞില്ലേ, എല്ലാം ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരാമെന്ന് പറഞ്ഞില്ലേ, ഇനി പറയൂ, എന്താ നിന്റെ സങ്കടത്തിൻ്റെ കാരണം? മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോൾ എനിക്ക് മൽപുത്രനാം രാഘവൻ. ഒരു പക്ഷേ നിന്നേക്കാളും കുറച്ചുകൂടെ എനിക്ക് പ്രാണസമനായിട്ടുള്ളത്, എൻ്റെ പ്രാണനേക്കാൾ പ്രിയതമനായിട്ടുള്ളത് ഇപ്പോൾ എനിക്ക് എൻ്റെ മകനായ രാമനാണ്. അങ്ങനെയുള്ള രാമൻ മമ നന്ദനൻ മംഗലശീലനാം ശ്രീരാമനാണ് ഞാൻ. സത്യം ചെയ്യാൻ പോവുകയാണ്, ഒന്നും ഇവിടെ കൈകേയിക്ക് പറയേണ്ടി വന്നില്ല, അതിനു മുമ്പേ സത്യം ചെയ്തു കൊടുക്കുകയാണ്. എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ രാമനാണ് സത്യം. അങ്കനാരത്നമേ ചെയ്വൻ തവ ഹിതം. അല്ലയോ സ്ത്രീരത്നമേ, ദേവി പറയൂ, നിന്റെ ഹിതം, നിനക്ക് എന്താണോ ഇഷ്ടം അത് ഞാൻ ചെയ്വൻ. ഇങ്ങനെ ഖേദിപ്പിയായികമാം വല്ലഭേ, എന്നെ ഇങ്ങനെ വേദനിപ്പിക്കല്ലേ, നീ പറയൂ, ഒന്ന് പറയൂ, എന്താ നിന്റെ വിഷമം? അപ്പോൾ മന്ധര പറഞ്ഞിരുന്നു, ആദ്യം സത്യം ചെയ്തു വാങ്ങിക്കണം. ഒന്നും പറയേണ്ടി വന്നില്ല, ആദ്യം തന്നെ ദശരഥൻ സത്യം അങ്ങ് ചെയ്തു. അതും ആരെ പിടിച്ചാ സത്യം ചെയ്തത്? രാമനെ തന്നെ പിടിച്ച് സത്യം ചെയ്തു.
അപ്പോൾ പിന്നെ യുദ്ധം ദശരഥൻ കൈകേയി തന്നോട് സത്യം പറഞ്ഞത് കേട്ട് തെളിഞ്ഞവൾ. അപ്പോൾ ഒന്ന് ഉഷാറായി, നേരെ ഇരുന്നു. കണ്ണുനീരും തുടച്ച് ഉത്ഥാനവും ചെയ്തു. ആ കിടന്നിടത്ത് നിന്ന് എഴുന്നേറ്റിരുന്ന് മന്നവൻ തന്നോട് മന്ദമുര ചെയ്താൾ. പതുക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, അങ്ങ് സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ, അങ്ങ് ഒരു സത്യം ചെയ്താൽ അത് പാലിക്കും, അങ്ങനെയാണ് അങ്ങയുടെ പേര്. അങ്ങ് അങ്ങനെ മമ സത്യം പറഞ്ഞത് നേരെങ്കിൽ, ഇങ്ങനെ ഇപ്പോൾ ഒരു സത്യം എന്നോട് ചെയ്തുവല്ലോ, അത് നേരാണെങ്കിൽ എന്നുടെ പഥ്യമായുള്ളതിനെ പറഞ്ഞിടുവൻ. എനിക്ക് പഥ്യമായിട്ടുള്ള കാര്യം ഞാനിതാ പറയാൻ പോകുന്നു. വ്യർത്ഥമാക്കിയിടായിക സത്യത്തെ മന്നവാ. ആദ്യമേ ഒരു മുന്നറിയിപ്പ് കൊടുത്തു, കാര്യം കേൾക്കുമ്പോൾ കാലുമാറരുത്, ഞാൻ പറയാൻ പോവുകയാണ്, വ്യർത്ഥമാക്കിയിടരുത്. ഇവിടെ ഇപ്പോൾ കൈകേയി മാത്രമേ കേട്ടിട്ടുള്ളൂ ഈ സത്യം, അതുകൊണ്ടാണ്. അപ്പോൾ എന്നോട് മാത്രമല്ലേ സത്യം ചെയ്തിട്ടുള്ളൂ, അയ്യോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വാക്ക് മാറരുത്. വ്യർത്ഥമാക്കിയിടായിക സത്യത്തെ മന്നവാ. ഇനി പറയാണ്, എങ്കിലോ പണ്ട് സുരാസുര ആയോധനെ, ദേവാസുര യുദ്ധത്തിൽ സങ്കടം തീർത്ത് രക്ഷിച്ചേൻ ഭവാനെ ഞാൻ. അങ്ങയുടെ എല്ലാ സങ്കടവും തീർത്ത് ഞാൻ രക്ഷിച്ചു. സന്തുഷ്ടചിത്തനായി അന്ന് ഭവാൻ മമ, എനിക്ക് ചിന്തിച്ച് 2 വരങ്ങൾ നൽകിയില്ലയോ, ഓർമ്മയില്ലേ? വേണ്ടുന്ന നാൾ അപേക്ഷിക്കുന്നതുണ്ടെന്ന് വേണ്ടും വരങ്ങൾ തരികെന്ന് ചൊല്ലി ഞാൻ എന്നെങ്കിലും ചോദിക്കുമ്പോൾ ഇത് 2ഉം മടിക്കാതെ തരണമെന്നും ഞാൻ അന്ന് പറഞ്ഞിരുന്നു. വെച്ചിരിക്കുന്നു ഭവാങ്കലത്, അന്ന് ഞാൻ അങ്ങയിൽ തന്നെ അത് ന്യസ്തമായിട്ട് വെച്ചിരുന്നു. 2 വരങ്ങൾ, ആ 2ഉം ഇച്ഛയുണ്ട്, ഞാനിതാ ആഗ്രഹിക്കുന്നു, ഇന്ന് വാങ്ങിയിടുവാൻ ഭൂപതേ. രാജാവേ, ഞാനിതാ ചോദിക്കാൻ പോവുകയാണ് ആ 2 വരങ്ങൾ. എന്നതിൽ ഒന്ന്, ആദ്യത്തെ വരം, രാജ്യാഭിഷേകം ഭവാൻ ഇന്ന് ഭരതന് ചെയ്യണം എന്നതും, പിന്നെ മറ്റേത് രാമൻ വനവാസത്തിന് ഇന്ന് തന്നെ ഗമിക്കണമെന്നുള്ളതും. ഒരു സംശയവുമില്ലാതെ നേരെ അങ്ങ് പറഞ്ഞു. അത് മാത്രമല്ല, ഭൂപതിവീരൻ രാമൻ ജടാവൽക്കലം പൂണ്ട്. ഈ രാജവേഷങ്ങളോടു കൂടി ഒന്നും പോയാൽ പോരാ, ശരിക്കും ഒരു സന്യാസിയെ പോലെ ജടാവൽക്കലമൊക്കെ ധരിച്ച് താപസവേഷം ധരിച്ചു വനാന്തരെ കാലം 14 വത്സരം, 14 വർഷം വാഴണം. എങ്ങനെ? എവിടെയും പോയിട്ട്, അവിടെ ഇഷ്ടംപോലെ മുനിമാരുണ്ട്, അവരുടെയൊക്കെ ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ പോയിട്ട് അങ്ങനെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെയൊന്നും അവിടെ കഴിഞ്ഞാൽ പോരാ. മൂലഫലങ്ങൾ, അവിടെ ആ വൃക്ഷങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന പഴങ്ങളൊക്കെ ഭുജിച്ച് അങ്ങനെയൊക്കെ തികച്ചും ഒരു സന്യാസിയെ പോലെ, അല്ലയോ മഹീപതേ രാജാവേ, ഭൂമി പാലിപ്പാൻ ഭരതനെയാക്കണം, രാജാവായിട്ട് ഭരതനെയാക്കണം. രാമൻ ഉഷസി, പുലർച്ചെ തന്നെ വനത്തിന് പോകണം. എന്നിവ 2 വരങ്ങളും നൽകുകിൽ ഇന്ന് മരണം എനിക്കില്ല നിർണയം. എന്നിവ 2 വരങ്ങളും നൽകുകിൽ ഇന്ന് മരണം എനിക്കില്ല നിർണയം. അങ്ങ് ഈ വരം എനിക്ക് തരികയാണെങ്കിൽ ഇന്ന് എനിക്ക് മരണം ഉണ്ടാവുകയില്ല, അതായത് ഞാൻ ജീവിച്ചിരിക്കും. അതല്ല, അങ്ങ് തെറ്റിക്കുകയാണെങ്കിൽ ഞാൻ മരിക്കും എന്ന് അവിടെ പറഞ്ഞു വെക്കുകയാണ് കൈകേയി. എന്ന് കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാൻ അവനിയിൽ. അപ്പോൾ തന്നെ കേൾക്കേണ്ട താമസം മോഹാലസ്യപ്പെട്ടു വീണു. എങ്ങനെ വീണു എന്ന് പറയുന്നു? വജ്രമേറ്റ് അദ്രി പതിച്ച പോലെ. അദ്രി പർവ്വതം, പണ്ട് വളരെ പണ്ടുള്ള കാര്യമാണ്. ഈ പർവ്വതങ്ങൾക്ക് ചിറകുണ്ടായിരുന്നുവെന്നും അവ ഇങ്ങനെ തോന്നിയതുപോലെ ഇങ്ങനെ സഞ്ചരിച്ചു, ആകാശത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ സഞ്ചരിച്ചപ്പോൾ ആളുകൾക്ക് നടക്കാൻ സാധിക്കാതെയായി. അങ്ങനെ ഇന്ദ്രൻ
ആ പർവ്വതങ്ങളുടെ ചിറകരിഞ്ഞു. അരിഞ്ഞ നിമിഷം ആ വജ്രം കൊണ്ടാണ് ചിറകരിഞ്ഞത്, വജ്രായുധം കൊണ്ട്. അപ്പോൾ തന്നെ എല്ലാ പർവ്വതങ്ങളും താഴെ ഭൂമിയിലേക്ക് പതിച്ചു. അപ്പം അങ്ങനെ ആ പതിക്കുന്നതിൻ്റെ അത്രയും വേഗത, ആ വേഗതയിൽ, അത്രയും വേഗതയിലാണ് ഇവിടെ ദശരഥനും വജ്രമേറ്റ് അദ്രി പതിച്ച പോലെ ഭുവി സജ്വരചേതസ, ജ്വരം ബാധിക്കുക, അതായത് അത്രയും കഠിനമായ വേദനയോടുകൂടി വീണിതു ഭൂപനും, താഴെ അവിടെ നിലത്ത് വീണു. പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്ത്, കുറച്ചു നേരം അങ്ങനെ ബോധരഹിതനായിട്ട് കിടന്ന് തനിയെ രാജാവ് എഴുന്നേറ്റു. അങ്ങനെ എഴുന്നേറ്റപ്പോൾ കുറച്ചു നേരം ആ ഒരു അബോധാവസ്ഥയിലായതുകൊണ്ട് വെറുതെ മോഹിക്കുകയാണ്, ഞാനൊരു സ്വപ്നം കണ്ടതായിരിക്കണമേ. അങ്ങനെ കണ്ണുനീർ വാർത്ത് വിറച്ചുകൊണ്ട്, പിന്നീട് കൈകേയിയെ കാണുമ്പോൾ രാജാവിന് പേടി. അതാണ് വിറച്ചുകൊണ്ട് നൃപാധിപൻ ചോദിക്കുകയാണ്, ദുസ്സഹവാക്കുകൾ കേൾക്കായതെന്തയ്യോ, ഇതെന്തൊരു കഷ്ടമാണ് ഭഗവാനെ. ദുസ്വപ്നമാഹന്ത കാൺകയോ ഞാനിഹ, ഞാൻ ദുസ്വപ്നം കണ്ടതാണോ? ചിത്തഭ്രമം ബലാൽ ഉണ്ടാകയോ മമ, അതോ ഇനി എൻ്റെ ചിത്തത്തിന് എന്തെങ്കിലും ഭ്രമം സംഭവിച്ചോ? മൃത്യു സമയം ഉപസ്ഥിതമാകയോ, എൻ്റെ മരണമടുത്തുവോ? കിം കിം ഇതേ കിം കിം ഏതൽ കൃതം ശങ്കര, ഇതെന്തൊരു കഷ്ടമാണ് ശിവനെ, ദൈവമേ. പങ്കജലോചന, അല്ലയോ ഭഗവാനെ, ഹാ പരബ്രഹ്മമേ. ഇങ്ങനെ വിളിച്ച് കരയുകയാണ്, ഈശ്വരനെ വിളിച്ച് കരയുകയാണ്. ആ സമയത്ത് കൈകേയിയെ നോക്കിയ രാജാവിന് തോന്നിയത് വ്യാഘ്രിയെപ്പോലെ എന്നാണ്. ഒരു പെൺപുലി, പെൺകടുവയോ അങ്ങനെയൊക്കെ പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായിട്ടുള്ള ആ ഒരു ദുഷ്ടബുദ്ധിയായിട്ടുള്ള കൈകേയി തന്മുഖം. ആകെ ഒരു രാജാവ് പേടിച്ചു വിറക്കുകയാണ് കൈകേയിയെ കണ്ടിട്ട്. നോക്കി നോക്കി ഭയം പൂണ്ട് ദശരഥൻ ദീർഘമായി വീർത്തേവം ഉര ചെയ്തു. അങ്ങനെ വാക്കുകൾ വരുന്നില്ല. അങ്ങനെ ചോദിക്കുകയാണ്, എന്തിവണ്ണം പറയുന്നത് ഭദ്രേ നീ, എന്ത് നിന്നോട് പിഴച്ചിതു രാഘവൻ, രാമൻ എന്തു പിഴച്ചു നിന്നോട്? മൽപ്രാണഹാനികരമായ വാക്ക്, എൻ്റെ പ്രാണനെ എടുക്കുമെന്ന് നിനക്കറിയാമല്ലോ. രാമൻ എനിക്കെത്ര പ്രിയപ്പെട്ടവനാണെന്ന് നിനക്കറിയാം. എന്നിട്ടും നീ ഇപ്പോൾ ഉര ചെയ്വതിന് എന്ത് കാരണം? എന്ത് പറ്റി നിനക്ക്? എന്നോട് രാമഗുണങ്ങളെ വർണ്ണിച്ച്, രാമന്റെ ഗുണങ്ങളൊക്കെ എത്ര എത്ര തവണ മുന്നമെല്ലാം നീ പറഞ്ഞല്ലോ കേൾപ്പു ഞാൻ. എത്രയോ തവണ നീ എന്നോട് രാമനെ വർണ്ണിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ കൈകേയി. മാത്രമല്ല എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിൽ ഇല്ലൊരു ഭേദമൊരിക്കലും എന്നുവരെ കൗസല്യയോടും എന്നോടും, ഇത് കൈകേയി പറഞ്ഞ വാക്കുകൾ, ഒരു ഭേദവും രാമനില്ല എന്ന് പോലും നീ പറഞ്ഞിട്ടുണ്ടല്ലോ കൈകേയി. എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു, നിനക്കിന്നിത് തോന്നുവാൻ എന്തൊരു കാരണം? അവസാനം തൻ്റെ ആ സത്യം പാലിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു ചെറിയ ഒരു എന്താണ് ഇളവിനു വേണ്ടി രാജാവ് അഭ്യർത്ഥിക്കുകയാണ്. നിന്നുടെ പുത്രന് രാജ്യം തരാമല്ലോ, രാജ്യം ഭരതന് തരാം. ധന്യശീലേ, രാമൻ പോകണമെന്നുണ്ടോ? രാമനെ പറഞ്ഞയക്കണമോ? രാമനാൽ ഏതും ഭയം നിനക്കുണ്ടാകാ. രാമൻ ഒന്നും ചെയ്യില്ല. ശ്രീരാമചന്ദ്രൻ, എൻ്റെ മകൻ രാമൻ, അവനൊരു ശല്യവും ഉണ്ടാക്കില്ല. ഒരു ഭയവും നിങ്ങൾക്ക് അവനെ കൊണ്ടു വേണ്ട. ഭൂമിപതിയായി ഭരതനിരുന്നാലും ഭരതൻ രാജ്യം ഭരിച്ചോട്ടെ, എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുപോയി ചെന്നുടൻ കാൽക്കൽ വീണ് മഹീപാലനും കൈകേയിയുടെ കാല് പിടിച്ച് കരയുകയാണ്. എന്നാലോ കൈകേയി നേത്രങ്ങളും ചുവപ്പിച്ച് കൈകേയിയും ധാത്രീപതീശ്വരനോട് ചൊല്ലിയിടിനാൾ. എന്നാൽ കൈകേയിയുടെ മനസ്സ് അത്രയധികം അങ്ങനെ അത്രയധികം സ്വാർത്ഥത അങ്ങോട്ട് നിറഞ്ഞുപോയി.
തിരിച്ച് രാജാവിനോട് ചോദിക്കുകയാണ്, ഭ്രാന്തൻ എന്നാകെയോ ഭൂമിപതേ ഭവാൻ, ഇതെന്താണിത്? അങ്ങിങ്ങനെ ഒരു ഭ്രാന്തനെ പോലെ ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നത് എന്തിങ്ങനെ? എന്താ അങ്ങിതിങ്ങനെ ചെയ്യുന്നത്? അങ്ങ് സത്യം ചെയ്തതാണ്, രാമനെ പിടിച്ച് സത്യം ചെയ്തതാണ്. അതിൽ നിന്ന് ഒരു വാക്ക് തെറ്റിച്ചാൽ പോലും ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്ന് ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിയിടിനാൾ. അങ്ങയുടെ പേര് തന്നെ സത്യപാലൻ എന്നാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ 2 വരങ്ങളും അതുപോലെ വേണം. പങ്കജനേത്രനാം രാമൻ ഉഷസ്സിന് ശങ്കാവിഹീനം, ഒരു സംശയവും വേണ്ട, ഒരു ഇളവുമില്ല. വനത്തിന് പോകായെങ്കിൽ, അങ്ങനെ പോകുന്നില്ല എങ്കിൽ എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ. മന്നവൻ മുമ്പിൽ നിന്നില്ലൊരു സംശയം, അങ്ങയുടെ മുമ്പിൽ നിന്ന് ഞാൻ എൻ്റെ ജീവനെ കളയും, ഒരു സംശയവും വേണ്ട. സത്യസന്ധൻ ഭുവി രാജാ ദശരഥൻ, എത്രയും എന്നുള്ള കീർത്തി രക്ഷിക്കണം. അങ്ങ് പേര് കേട്ടത് സത്യസന്ധനാണ്, രാജാ ദശരഥൻ എന്നുള്ള അങ്ങയുടെ കീർത്തി രക്ഷിക്കണം. അങ്ങ് സാധുമാർഗത്തെ, ആ ഒരു സത്യസന്ധനായിട്ടുള്ള ആ ഒരു മാർഗം, സത്യമാർഗത്തെ വെടിഞ്ഞത് കാരണം യാതനാ ദുഃഖാനുഭൂതി ഉണ്ടാക്കേണ്ട, വെറുതെ നരകദുഃഖം വാങ്ങിച്ചു കൂട്ടേണ്ട രാജാവേ. അങ്ങ് രാമോപരി ഭവാൻ ചെയ്ത ശപഥം, രാമനെ പിടിച്ചാണ് അങ്ങ് ശപഥം ചെയ്തത്. ഭൂമിപതേ വൃഥ മിഥ്യയാക്കിയിടൊല, അതിനെ മിഥ്യയാക്കരുത് രാജാവേ. കൈകേയി തന്നുടെ നിർബന്ധവാക്യവും രാഘവനോട് വിയോഗം വരുന്നതും, കൈകേയിയുടെ ഈ ഒരു ഷാഠ്യം, അതും അപ്പോൾ ഉറപ്പായിട്ടും രാമനെ തനിക്ക് പിരിയേണ്ടി വരും എന്ന് ഉറപ്പിച്ച് ചിന്തിച്ച് ദുഃഖസമുദ്രേ നിമഗ്രനായി സന്താപമോട് മോഹിച്ചു വീണിടിനാൻ. വീണ്ടും രാജാവ് മോഹാലസ്യപ്പെട്ടു വീണു. പിന്നെ ഇടക്ക് ഉണരും, പിന്നെ ഉണർന്നിരുന്നും കിടന്നും മകൻ തന്നെ ഓർത്തും കരഞ്ഞും പറഞ്ഞും സദാ എൻ്റെ രാമൻ എൻ്റെ രാമൻ എന്നിങ്ങനെ കരഞ്ഞുകൊണ്ട് രാമ രാമേതി രാമേതി പ്രലാപേന യാമിനി പോയിത്തു വത്സര തുല്യയായി. അപ്പം ഇതൊക്കെ ആ രാത്രിയാണ്. പിറ്റേന്ന് നേരം പുലരുന്നതിന് തൊട്ട് മുൻപെയാണ് ഈ സംഭവങ്ങൾ. അപ്പോൾ രാവിലെ തന്നെ ഇതൊന്നും ആരും അറിയുന്നില്ല, ഇതൊക്കെ അന്തഃപുരത്തിനുള്ളിൽ നടന്ന സംഭവമാണ്. ചെന്നാൻ അരുണോദയത്തിന് സാദരം, അരുണോദയം ആ ഉഷസ്സിൻ്റെ കുറച്ചു മുമ്പ് തന്നെ സാദരം വന്ദികൾ, ഗായകന്മാർ വരും രാജാവിനെ ഉണർത്താൻ. അങ്ങനെ ഗായകന്മാരെന്നിവരെല്ലാം മംഗളവാദ്യ സ്തുതി ജയശബ്ദേന, ജയ ജയ ദശരഥ മഹാരാജാവ് ജയിക്കട്ടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സംഗീത ഭേദങ്ങൾ എന്നിവയെ കൊണ്ടും പള്ളിക്കുറുപ്പുണർത്തിയിടിനാർ. ഇങ്ങനെ വന്ന് അവിടെ അവർ ആ കവാടത്തിൽ, ആ വാതിലിൻ്റെ പുറത്ത് നിന്നിങ്ങനെ രാജാവിനെ വിളിച്ച് ഉണർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് ഉള്ളിലുണ്ടായ കോപേന കൈകേയിക്ക് ആകെ അങ്ങോട്ട് ദേഷ്യം പിടിച്ചു വിറച്ചിട്ട് കൈകേയിയും ക്ഷിപ്രം അവരെ നിവാരണവും ചെയ്തു. പൊയ്ക്കോളണം എല്ലാവരും എന്നും പറഞ്ഞ് അവരെയൊക്കെ ആട്ടിപ്പായിച്ചു. ഇതൊക്കെ കണ്ടിട്ട് ആളുകളാകെ പേടിച്ചുപോയി. വന്നവർ ആകെ പേടിച്ചു. വിഭ്രമം കൈക്കൊണ്ടു നിന്നാരവർകളും, ഇതെന്ത് പറ്റി, ഇങ്ങനെയൊരു സംഭവം ആദ്യമായിട്ടാണ്. അങ്ങനെ പേടിച്ച് വിറച്ച് അവിടെ നിന്ന് പോയി. എന്നാൽ ഇതൊന്നും അറിയാതെ പുറത്ത് അഭിഷേകത്തിനുള്ള കോലാഹലം നടക്കുകയാണ്. അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ. ആളുകളൊക്കെ അങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഭൂമിദേവന്മാർ, ബ്രാഹ്മണന്മാർ, ഭൂമിപാലന്മാർ, ക്ഷത്രിയന്മാർ, ഭൂമിസ്പൃശ എന്നാൽ വൈശ്യന്മാർ, വൃഷലാദി എന്നാൽ ശൂദ്രന്മാർ. അപ്പൊ 4 വർണ്ണങ്ങളിലുള്ള ആളുകളും വന്നു. താപസവർഗം, കന്യകാവൃന്ദം, അതുപോലെ ശോഭ തേടുന്ന വെൺകൊറ്റക്കുട, തഴ, ചാമരം, താലവൃന്ദം, കൊടി, തോരണം. ഇതൊക്കെ സുമന്ത്രരോട് എല്ലാം തയ്യാറാക്കാൻ പറഞ്ഞിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പം അതൊക്കെ തന്നെ ചാമീകരാഭരണം, സ്വർണ്ണാഭരണങ്ങൾ അതുകൊണ്ട് അലങ്കരിച്ച അലങ്കാരവും, അതുപോലെ വാരണ, വാജി, രഥങ്ങൾ, പദാതി. അപ്പോൾ വാരണം ആന, വാജി കുതിര, രഥം, പിന്നെ പദാതി കാലാൾ. അപ്പോൾ ആ ചതുരംഗസേന എന്നർത്ഥം.
അതുപോലെ വാരനാരീജനം, കുലസ്ത്രീകളും അല്ലാതെയുള്ള അവിടെ നാരീജനം വന്ന് ഇവിടെ ഇങ്ങനെ താലം പിടിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ അവരും വന്നു, പൗരജനങ്ങളും. ഒപ്പം ഹേമരത്നോജ്വല ദിവ്യസിംഹാസനം, രാമൻ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വർണവും രത്നവും പതിച്ച ഉജ്ജ്വലമായ ദിവ്യസിംഹാസനം, ഹേമകുംഭങ്ങൾ, സ്വർണകുംഭങ്ങൾ, ശാർദൂല ചർമ്മം, പുലിത്തോൽ, മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്കവേ, എന്തൊക്കെയാണോ വസിഷ്ഠൻ പറഞ്ഞത് എല്ലാം കുറ്റമൊഴിഞ്ഞ് ഒന്നും കുറവ് വരാതെ ആശു സംഭരിച്ചിടിനാർ. എല്ലാം സുമന്ത്രർ വേണ്ട വിധത്തിൽ ചെയ്തു വച്ചിരുന്നു. അങ്ങനെ സ്ത്രീ ബാലവൃദ്ധ അവധി പുരവാസികൾ ആബദ്ധ കൗതൂഹലാബ്ധി നിമഗ്നരായി. അപ്പോൾ ഈ വന്ന് പുരവാസികളുടെയൊക്കെ തലേ ദിവസത്തെ ആ രാത്രിയിലുള്ള അവരുടെ ആ ഒരു ആഹ്ലാദ തിരതള്ളലിനെ കുറിച്ച് പറയുകയാണ്. എല്ലാ പുരവാസികളും ആബദ്ധ കൗതൂഹലം, കാരണം കുറേ നാളായിട്ട് രാമനെ ഇതേപോലെ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പം ആ ഒരു കൗതുകം, ആ അഭിഷേകമൊക്കെ എങ്ങനെ ഇരിക്കും എന്ന ആ ഒരു കൗതുകം, ആ ഒരു ആനന്ദ അബ്ധിയിൽ, സന്തോഷത്തിൽ അങ്ങനെ നിമഗ്നരായി. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സന്തോഷം നടക്കാൻ പോകുമ്പോൾ ഉറക്കം വരില്ല. അതാണ് രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസേ ചീർത്ത പരമാനന്ദത്തോട്. ആഹ്ലാദം അത്യധികമായാലും ദുഃഖം അത്യധികമായാലും ഉറക്കം വരില്ല. അങ്ങനെ അവർ ചിന്തിച്ചതിനെ കുറിച്ച് പറയുകയാണ്. നമ്മുടെ ജീവനാം രാമകുമാരനെ നിർമ്മല രത്ന കിരീടമണിഞ്ഞ് അതിരമ്യ മകരായുധ മണികുണ്ടലം, ആ രത്നം കിരീടമൊക്കെ അണിഞ്ഞ് രമ്യമായിട്ടുള്ള മനോഹരമായിട്ടുള്ള മകരകുണ്ടലം, മണികുണ്ടലം മകരമത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള ആ ഒരു കർണാഭരണങ്ങളും, അപ്പം ആ കർണാഭരണങ്ങളുടെ സമ്മുഗ്ധ ശോഭിതം, ആ ഒരു മനോഹരമായിട്ടുള്ള തിളക്കം കൊണ്ട് ശോഭിത ഗണ്ഡസ്ഥലം, ആ ഒരു കവിൾത്തടം അങ്ങനെ ശോഭിക്കും. അതും പുണ്ടരീകച്ഛത ലോചന ഭംഗി, താമരക്കണ്ണൻ എപ്പോഴും പറയുന്നതാണ്. താമരയുടെ ഇതളിന് സമാനമായിട്ടുള്ള കണ്ണുകൾ, പുണ്ടരീക അരാതി, താമരയുടെ ശത്രു. താമര കൂമ്പുന്ന സമയത്താണ് ചന്ദ്രൻ ഉദിക്കുക. അതുകൊണ്ടിവിടെ ചന്ദ്രനെ താമരയുടെ ശത്രുവായിട്ട് പറയുകയാണ്. അപ്പോൾ പുണ്ടരീക അരാതി മണ്ഡലം എന്നാൽ ചന്ദ്രമണ്ഡലം. ആ ചന്ദ്രമണ്ഡലത്തിന് തുല്യമായി തിളങ്ങുന്ന തുണ്ടം, വദനം, മുഖം, ചന്ദ്രികാ സുന്ദര മന്ദസ്മിതം, നല്ല നിലാവ് പോലെയുള്ള ചിരി, കുന്തമുകുള സമാന ദന്തം, കുന്തം മുല്ലപ്പൂ, മുകുളം മൊട്ട്, മുല്ലമൊട്ടിന് സമാനമായ പല്ല്, ബന്ധൂകസൂന സമാന അധരാഭ. ബന്ധൂകസൂനം എന്നാൽ ചുവപ്പ് നിറമുള്ള ഒരു പുഷ്പം, അത് ചെമ്പരത്തി ആവാം, അല്ലാതെ വേറെയും ചില പുഷ്പങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ ചുവപ്പ് പുഷ്പത്തിന് സമാനമായ ആ ഒരു അധരം, ചുണ്ടിൻ്റെ ചുവപ്പ്, അത്രയും പ്രകാശം. കന്ധരരാജിതം, കന്ധരം കഴുത്ത്, കഴുത്തിലങ്ങനെ വിളങ്ങുന്ന കൗസ്തുഭരത്നവും. ബന്ധുരാഭം, ബന്ധുരം വളരെ മനോഹരമായിട്ടുള്ള തിരുമാറും ഉദരവും, ആ ഒരു വിരിഞ്ഞ മാറും, ഉദരം നല്ല ഒതുങ്ങിയ ഉദരവും. സന്ധ്യ അഭ്രസന്നിഭം, സന്ധ്യാനേരത്തുള്ള അഭ്രം, മേഘത്തിന് സന്നിഭം തുല്യമായിട്ടുള്ള പീതാംബരപ്പട്ട്. അപ്പോൾ അതിൻ്റെ അതേ നിറമാണല്ലോ പീതാംബരം. ആ പൂഞ്ചേലമീതെ വിളങ്ങി മിന്നിടുന്ന കാഞ്ചന കാഞ്ചികൾ, നല്ല അലങ്കരിച്ച സ്വർണമൊക്കെ ഇങ്ങനെ കിലുങ്ങുന്ന അരഞ്ഞാണം. കാഞ്ചന കാഞ്ചികൾ, പൂഞ്ചേലമീതെ വിളങ്ങി മിന്നിടുന്ന കാഞ്ചന കാഞ്ചികളും. തനുമധ്യവും നല്ല അരക്കെട്ട്. കുംഭികുലോത്തമൻ തുമ്പിക്കരം കൊണ്ട് കുമ്പിട്ട് കൂപ്പിയിടും ഊരുകാണ്ഡങ്ങളും. ഊരു എന്നാൽ തുട. അപ്പോൾ തുടയുടെ ആകൃതി തന്നെ തുമ്പിക്കൈ പോലെയാണ്. അപ്പം അതുപോലെ ഉള്ള തുടയോടുകൂടിയ ശ്രീരാമചന്ദ്രൻ്റെ ആ ഒരു മനോഹാരിത കൊണ്ട് കുംഭികുലോത്തമൻ, ആനകൾ പോലും അവരുടെ തുമ്പിക്കരം കൊണ്ട് എന്താണ് തോറ്റുപോവുക എന്ന് പറയില്ലേ, ആ സൗന്ദര്യത്തിന് മുമ്പിൽ തോറ്റുപോവുക, അങ്ങനെ നമിച്ചു പോവുക. അങ്ങനെ ആ ആനകൾ പോലും നമിച്ചു പോകുന്ന സുന്ദരമായ ആ തുടകളോടുകൂടിയതും. ഇനി കുംഭീന്ദ്രമസ്തക സന്നിഭ ജാനു, ജാനു കാൽമുട്ടുകൾ, ആ മുട്ടിനെ
ഉപമിക്കുന്നത് ഇതേപോലെ ആനയുടെ മസ്തകത്തിന് തുല്യമായിട്ടാണ്. ആ 2 മസ്തകത്തിന് തുല്യമായിട്ടുള്ള ആ ഒരു കാൽമുട്ടിനോടുകൂടിയും അംഭോജ ബാണ നിഷങ്കാഭ ജംഘ. ജംഘ എന്നാൽ ആ ഒരു കാൽവണ്ണ. ആ കാൽവണ്ണ എങ്ങനെ ഇരിക്കുന്നു എന്ന് പറയുന്നു. അംഭോജബാണൻ, അംഭോജം താമര, താമര ബാണമായിട്ടുള്ളത് കാമദേവൻ. കാമദേവന്റെ നിഷംഗം എന്നാൽ ആ ഒരു തൂണീരം, ഈ അമ്പ് വെക്കുന്ന ആ ഒരു ആവനാഴി. ആ ആവനാഴി പോലെ മനോഹരമായിട്ടുള്ള ജംഘ, കാൽവണ്ണ. ഇനി ഭഗവാന്റെ പാദത്തിന്റെ പുറവടി, ആ പുറം ഭാഗം കമ്പം കലർന്നു കമഠപ്രവരൻ. കമഠം ആമ, ആമയുടെ പുറം ഭാഗം പോലെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന, അപ്പൊ ആ ആമ പോലും കുമ്പിടുന്ന ഒരു പുറവടി ശോഭയും. അപ്പൊ അതിനേക്കാൾ ഭംഗിയുള്ളത് എന്നതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ കുമ്പിടുന്നു എന്ന് പറയുന്നത്. അപ്പൊ അത് സൗന്ദര്യത്തിന്റെ ലക്ഷണമാണ്, കാലിന്റെ പുറവടി ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത്. ഇനി ഭഗവാന്റെ പാദ അടിഭാഗം അംഭോജ തുല്യമാം അംഘ്രിതലങ്ങൾ, താമര പോലെ മനോഹരമായിട്ടുള്ള ആ പാദതലങ്ങളും ഒപ്പം ജംഭാരി രത്നം തൊഴും തിരുമേനിയും, ഇങ്ങനെ എല്ലാം കൊണ്ടും മനോഹരം. ഒപ്പം പറയുകയാണ് ജംഭാരി. ജംഭൻ എന്ന അസുരന്റെ ശത്രുവാണ് ദേവേന്ദ്രൻ. അതുകൊണ്ട് ദേവേന്ദ്രന്റെ മറ്റൊരു പേരാണ് ജംഭാരി. ഈ ജംഭാരിയുടെ രത്നം എന്നാൽ ഇന്ദ്രനീലക്കല്ല്. ഇന്ദ്രനീല കല്ല് പോലും തോറ്റുപോകും, അതാണ് തൊഴും എന്ന് പറയുന്നത്. തോറ്റുപോകുന്ന അത്രയും തിളങ്ങുന്ന ഇന്ദ്രനീലക്കല്ലിൻ്റെ നിറമാണ് ഭഗവാന്. അപ്പൊ അങ്ങനെയുള്ള തിരുമേനിയും, ആ തിരുമേനി മുഴുവൻ ഹാര കടക വലയ അങ്കുലീയാദി, ഹാരം മാലകൾ, കടകം തോൾവള, വലയം കൈവള, അങ്കുലീയം മോതിരം, ചാരുതര ആഭരണ ആവലി, എത്രയാണെന്നറിയാതെ അത്രയും ആഭരണങ്ങൾ ഒക്കെ പൂണ്ടിട്ട് ആ വാരണവീരൻ ഗജവീരന്റെ പുറത്ത് കഴുത്തിൽ തിറത്തോട്, അങ്ങനെ ആ ഗാംഭീര്യത്തോടുകൂടെ കൂടെ ഗൗരാതപത്രം ധരിച്ച്, ഗൗരം വെളുത്ത, ആതപത്രം കുട, വെൺകൊറ്റ കുട ധരിച്ച് അരികെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്ന നിജലക്ഷ്മണനാകിയ സോദരൻ തന്നോടും. അപ്പം അഭിഷേകം കഴിഞ്ഞ് ഉള്ള ആ ഒരു വരവിനെ കുറിച്ച് ഇവർ എത്രയോ നാളായിട്ട് ഇങ്ങനെ സ്വപ്നം കാണുകയാണ്. അങ്ങനെ ലക്ഷ്മീ നിവാസനാം രാമചന്ദ്രം മുത, ആ ലക്ഷ്മിയുടെ ആവാസസ്ഥാനമായിട്ടുള്ള ശ്രീരാമചന്ദ്രനെ മുതാ കാണായി വരുന്നു, നമുക്ക് കാണാമല്ലോ എന്ന്. നമുക്കിനി എന്നിതം, നമുക്ക് എപ്പോഴാ ഇനി കാണാൻ പറ്റുക, അതായത് ഈ അഭിഷേകം എന്ന് നടക്കുമെന്ന് മാനസതാരിൽ കൊതിച്ച, എത്രയോ കാലമായിട്ട് കൊതിച്ച നമുക്കെല്ലാം ക്ഷോണീപതി സുതനാകിയ രാമനെ, ഇനിയിപ്പോൾ ഇതാ ഒരു കുറച്ച് നേരം കൂടിയേ വേണ്ടൂ, അത് കഴിഞ്ഞാൽ നമുക്ക് രാമനെ ആ ക്ഷോണീപതിയായിട്ട്, രാജാവിൻ്റെ, അതായത് യുവരാജാവായിട്ട്, ക്ഷോണീപതിയായിട്ട് രാമനെ, യുവരാജാവായിട്ട് രാമനെ കാണായി വരും പ്രഭാതേ. രാവിലെ ആവാൻ ഇനി കുറച്ച് നിമിഷങ്ങളേ ഉള്ളൂ, ബത്ത നിർണയം, തീർച്ചയായും കാണാമല്ലോ. അതിൻ്റെ സന്തോഷാധിക്യം. അതുകൊണ്ട് തന്നെ രാത്രിയാം രാക്ഷസി, ഈ രാത്രി ഒന്ന് കഴിഞ്ഞു പോകുന്നില്ലല്ലോ എന്ന് ചീർത്ത വിഷാദം, അത് രാത്രി കഴിയാത്തത് കൊണ്ടുള്ള വിഷാദം. അതേസമയം വിഷാദമോട് ഔത്സുക്യം ഉൾക്കൊണ്ട് അതേപോലെ തന്നെ ആവേശവും ഉണ്ട്. ഇങ്ങനെ മാർത്താണ്ഡദേവനെ കാണാഞ്ഞ് കിടക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ നോക്കുകയാണ്, സൂര്യൻ ഉദിച്ചോ എന്നിങ്ങനെ നോക്കിക്കൊണ്ട് പാർത്താനന്ദപൂർണ്ണ അമൃത ആബ്ധിയിൽ, ആ ആനന്ദ അമൃതത്തിൻ്റെ ആ ഒരു സാഗരത്തിൽ അങ്ങനെ വീണ് മുഴുകിയും പിന്നെയും പൊങ്ങിയും, അതായത് ആ സന്തോഷാധിക്യം അങ്ങനെ കാണിക്കുകയാണ്. ഇങ്ങനെ വാണിയിടിനാർ പുരവാസികളാദരാൽ, ഇങ്ങനെയൊക്കെ ആയിരുന്നു തലേന്ന് രാത്രി അവരിങ്ങനെ കഴിച്ചുകൂട്ടിയത് എന്ന് പറയുകയാണ്.